താങ്ക് യു ഷീല പ്രദീപ്. ഇന്നത്തെ ഈ സൂം മീറ്റിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഗ്രേറ്റ് ലീഡേഴ്സിനെ, അതിനേക്കാൾ ഉപരി ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും അധികം വരുമാനം വാങ്ങിച്ച് നമുക്ക് മാതൃകയായ മനോജ് സാറിനെയും നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ഈ സൂം മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിനോട് കൂടെ സഹകരിക്കുക എന്ന് പറയുന്നത് വേറൊന്നുമല്ല. അതായത് നിങ്ങളുടെ ഫോൺ മാനേജ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം നിങ്ങളുടേത് മാത്രമാണ്. അപസ്വരങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വരുന്ന 1 മണിക്കൂർ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അപ്പൊ അതിനെ അമൂല്യമായിട്ട് കരുതുക, സഹകരിക്കുക. നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ആരോഗ്യവും സമ്പത്തും ഒരുപോലെ എങ്ങനെ നേടാമെന്ന കാഴ്ചപ്പാട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ അതിലേക്ക് കുറച്ച് ടിപ്സുകളാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു 6 ടിപ്സ്. അത് നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം, പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ അത് വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ട് ഞാനത് ശ്രമിക്കുകയാണ്. കേൾക്കുക. ഒന്നാമത്തേന്ന് പറയുന്നത് ദ പവർ ഓഫ് എ ജെനുയിൻ സ്മൈൽ. ഒരു യഥാർത്ഥ ചിരി ആളുകളിൽ വിശ്വാസവും സൗഹൃദവും സൃഷ്ടിക്കുന്നു. ചിരിയോടെ സംസാരിക്കുന്നവരെ ആളുകൾ സ്വാഭാവികമായി ഇഷ്ടപ്പെടും. നിങ്ങളുടെ ചിരി മറ്റുള്ളവരുടെ മനസ്സ് തുറക്കാൻ സഹായിക്കുന്ന ഒരു ശക്തിയാണ്. ചിരി എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കളങ്കമില്ലാത്ത നിസ്വാർത്ഥപരമായ ഒന്നായിരിക്കണം അത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിമെമ്പർ ആൻഡ് യൂസ് പീപ്പിൾസ് നെയിം. ആളുകളുടെ പേര് ഓർത്ത് വിളിക്കുന്നത് അവരെ പ്രത്യേകമായി കരുതുന്നതായി തോന്നിക്കുന്നു. ഇത് അവരുടെ മേൽ നിങ്ങൾ ശ്രദ്ധ നൽകുന്നുവെന്ന് കാണിക്കുന്നു. പ്രത്യേകിച്ച് പേരെടുത്ത് പറയുമ്പോൾ അവർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്ന ഒരു തോന്നലുണ്ടാകുന്നു. അതിനാൽ അവർ നിങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കും എന്ന് കരുതി പ്രായമായവരെ പേര് വിളിക്കാൻ ആരും ശ്രമിക്കരുത്. അവർക്ക് നൽകേണ്ട ബഹുമാനം കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലിസൺ മോർ ദാൻ യു ടോക്ക്. ആളുകൾക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ കസ്റ്റമർ, അവരുടെ കാര്യങ്ങൾ പറയുവാൻ അവസരം നൽകുന്നത് വളരെ പ്രധാനമാണ്. ശ്രദ്ധയോടെ കേൾക്കുന്നവരെ ആളുകൾ സ്വാഭാവികമായി ഇഷ്ടപ്പെടുന്നു. കാരണം അവർക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് സുരക്ഷയും ബഹുമാനവുമായി തോന്നും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗിവ് ഓണസ്റ്റ് അപ്രീസിയേഷൻ. സത്യസന്ധമായ പ്രശംസ ആളുകളുടെ ആത്മവിശ്വാസം ഉയർത്തും. മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങൾ ശ്രദ്ധിച്ചു പറയുന്നത് ബന്ധം ശക്തമാക്കും. അത് നിങ്ങളെ പോസിറ്റീവ് വ്യക്തിയായി കാണുവാൻ സഹായിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. 5th പോയിന്റ് എന്ന് പറയുന്നത് മേക്ക് അതേഴ്സ് ഫീൽ ഇമ്പോർട്ടന്റ്. ഓരോ വ്യക്തിക്കും വിലപ്പെട്ടവനായി തോന്നണം എന്ന ആഗ്രഹമുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾക്കും വികാരങ്ങൾക്കും ബഹുമാനം നൽകുക. ഇത് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാക്കി അല്ലെങ്കിൽ ഒരാളാക്കി മാറ്റുവാൻ കഴിയും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, 6th പോയിന്റ്, ഹാവ് എ ക്ലിയർ ലൈഫ് ഗോൾ. ഇത് നമ്മളുടെ ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. ജീവിതത്തിൽ ലക്ഷ്യമുള്ള ആളുകൾ കൂടുതൽ ബഹുമാനിക്കുന്നു. നിങ്ങൾ എന്തിനായി പരിശ്രമിക്കുന്നു എന്ന് വ്യക്തമായാൽ നിങ്ങളുടെ വ്യക്തിത്വം ശക്തമാകും. ഒരു വലിയ ലക്ഷ്യം നിശ്ചയിച്ച് അതിലേക്ക് ദിവസവും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക. ഇത് നിങ്ങളെ മറ്റുള്ളവർക്ക് പ്രചോദനമായ ഒരാളാക്കി മാറ്റും. അത് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സാഗർ ജോഷി സാറ് ഒരുക്കി തന്നിരിക്കുന്ന ഈ പ്രസ്ഥാനത്തില് നമ്മൾ ഓരോരുത്തരും വാക്കാലും പ്രവൃത്തിയാലും വിശ്വാസത്താലും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നവരാകുക. ഏറെ സ്നേഹത്തോടെ, നന്ദിയോടെ, ബിബി സെബാസ്റ്റ്യൻ, ചെന്നൈ. ഇപ്പോ ഈശ്വര സാന്നിധ്യം കഴിഞ്ഞു. അതിനുശേഷം നമ്മളിപ്പോ ഏർപ്പെട്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ നമുക്ക് വേണ്ട ഒരു 6 ടിപ്സും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കണം. എന്നിരുന്നാൽ കൂടെ അതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇനി ഇതിനേക്കാളെല്ലാം പ്രധാനമായിട്ട് നമുക്ക് അറിവ് ആവശ്യമാണ്, അല്ലെ? അപ്പൊ അറിവിലേക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ക്ഷണിക്കാൻ പോകുന്നത്. അതായത് എനിക്ക് അദ്ദേഹത്തെ ഒരു പ്രത്യേക വിശേഷണം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
അക്ഷയ പാത്രത്തോടാണ് ഞാൻ ഉപമിക്കുന്നത്. കാരണം എത്ര കോരി എടുത്തു കഴിഞ്ഞാലും വീണ്ടും നിറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു മഹത് വ്യക്തിത്വത്തെയാണ് ഞാൻ ക്ഷണിക്കാൻ പോകുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ എം പി രാമചന്ദ്രൻ സാറാണ്. നമസ്കാരം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ MC ആയിട്ടുള്ള ബിബി മാഡം നല്ല രീതിയിലൊരു മോർണിംഗ് വൈബാണ് നമുക്ക് ചെയ്തത്. ഒരുപാട് എനർജി നമ്മൾ എല്ലാവരുടെയും ശരീരത്തിലേക്ക് വന്നിട്ടുണ്ട്, മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈശ്വര പ്രാർത്ഥന ആലപിച്ച നമ്മളെ പ്രിയങ്കരിയായ ഷീല മാഡം. 2 പെൺപുലികളാണ്, ഒരുപാട് പെൺപുലികളാണ് നമ്മുടെ ടീമിലുള്ളത്. ഇനിയുള്ള വ്യാഴാഴ്ചകളിൽ കൂടുതൽ മെമ്പേഴ്സിനെ പരിചയപ്പെടാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ പ്രിയങ്കരനായ മനോജ് സാറ്, ബെന്നി സാറ്, ട്രെയിനേഴ്സ് ആയിട്ടുള്ള സുരേഷ് സാറ്, വിനോദ് സാറ്, ഗുരുതുല്യരായ മറ്റെല്ലാ ലീഡേഴ്സും, പ്രിയ സഹപ്രവർത്തകരെ, നമുക്ക് ഇന്ന് ഒരു പൊൻപുലരി ഈശ്വരൻ തന്നു. ഈശ്വരന് നമുക്ക് നന്ദി പറയാം. ഓരോ ദിവസവും പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം സക്സസ് ആയിട്ട് നമ്മൾ മാറുന്നത്. ഇന്നൊരു വ്യത്യസ്തമായ ആശയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ആശയങ്ങളാണ് നമ്മുടെ ജീവിതത്തെ കരുത്തുറ്റതായിട്ട് മാറ്റുന്നത്. ബിസിനസ്സിലെ ആശയത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. പുതിയ ആശയങ്ങളാണ് ഓരോ ബിസിനസ്സിനെയും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നത്, ഓരോ വ്യക്തികളെയും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നത്. ആശയങ്ങള് ഭാഗ്യമാണ്. ആശയങ്ങളാണ് നമ്മുടെ ജീവിതത്തെ വഴിതിരിച്ചു വിടുന്ന, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ വലിയ പടവുകൾ ഉണ്ടാക്കുന്നത് ആശയങ്ങളാണ്. ഒരു പുതിയ ആശയമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. നിങ്ങളുടെ സർക്കിളിലുള്ള ടീമിലുള്ള ആരെങ്കിലും ഈ സൂമിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് അവരൊന്ന് ഫോൺ ചെയ്ത് ഈ സൂമിലേക്ക് പങ്കെടുപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു അവസരം ഒരുപക്ഷെ അവരുടെ ജീവിതം മാറ്റിമറിക്കാനും അതുവഴി ഒരു വലിയ ടീം ഉണ്ടാക്കാനും അതുവഴി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ ഉയർച്ചകൾ ഉണ്ടാക്കാനായിട്ടും സഹായിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വൈഡോറിംഗ് കമ്പനി നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയ അവസരമാണ്. ഒരു സാധാരണക്കാരന്റെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു വലിയ അവസരമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 140 കോടിയോളം ജനങ്ങളുണ്ട്, അതിനേക്കാൾ കൂടുതലുണ്ട്. 140ഓളം കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യത്താണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യം ഭാരതം തന്നെയാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. ഏതൊരു സർക്കാരിന്റെയും ഏറ്റവും വലിയൊരു ചുമതല ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും പഞ്ചവത്സര പദ്ധതികൾ ഒരുപാട് പിന്നിട്ടിട്ടും ഒരുപാട് പൈസ അതിനു വേണ്ടി ചെലവാക്കിയിട്ടും ആസ്പത്രികളുടെ എണ്ണം കൂടുന്നതല്ലാണ്ട് ജനങ്ങളുടെ ആരോഗ്യം കൂടുന്നില്ല. ആസ്പത്രികളുടെ എണ്ണം കൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സും മെഡിക്കൽ ഉൽപ്പന്നങ്ങളും ആധുനിക വൈദ്യശാസ്ത്രവും വലിയ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകളെല്ലാം തന്നെ രോഗികളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ്. അതെല്ലാം ഒരു രാജ്യത്തിന്റെ വളർച്ചയല്ല, ഒരു രാജ്യത്തിന്റെ തളർച്ചയാണ് അതെല്ലാം കാണിക്കുന്നത്. ജനങ്ങളുടെ ആരോഗ്യം ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. ഇവിടെ നമ്മളെ ഡോക്ടർ സാഗർ ജോഷി സാറ് ഈ ബയോട്ടോറിയത്തിലൂടെ വെൽനസ് ആണ് ജനങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതും ഒരു പുതിയ ആരോഗ്യ ശൈലിയാണ് ഭാരതത്തിലുള്ള ജനങ്ങൾക്ക് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത്. പ്രധാന പ്രൊഡക്റ്റ് ആയത് നിയോഡൈമിയം മെഡിക്കൽ മാനേജ്മെന്റ് ഉൽപ്പന്നങ്ങളാണ്. മാഗൻതെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ്. ഒരു ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ ഒരുപക്ഷെ ലോകത്ത് ആദ്യമായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ വിറ്റഴിച്ചത് അല്ലെങ്കിൽ ലോക ജനതയെ പരിചയപ്പെടുത്തിയത് സാഗർ ജോഷി സാറാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ആവർത്തന ചെലവില്ല. ഒറ്റ പ്രാവശ്യം മാത്രം വാങ്ങിച്ചാൽ മതി. 25 വർഷം തുടങ്ങി 40 വർഷം വരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന വ്യത്യസ്തമായ നിയോഡൈമിയം മെഡിക്കൽ മാനേജ്മെന്റ് ഉൽപ്പന്നങ്ങളാണ്. അത് നമ്മുടെ ആരോഗ്യത്തെ പരിപൂർണമായിട്ട് നമുക്ക് സംരക്ഷിക്കുന്നുണ്ട്, നമ്മൾ ആയുസ് വർദ്ധിപ്പിക്കുന്നുണ്ട്, രോഗപ്രതിരോധ സംവിധാനം ഉണർത്തുന്നുണ്ട്, നമ്മൾ ഓറ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വലിയ ഗുണങ്ങളാണ് നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ട് കിട്ടുന്നത്. അകത്തൊരു മരുന്നും കഴിക്കാതെ, ഓയിൽമെന്റ് പുരട്ടാതെ, ഇഞ്ചക്ഷൻ ചെയ്യാതെ, ഓപ്പറേഷൻ ചെയ്യാതെ 100% റിസൾട്ട് കിട്ടുന്ന വൈദ്യശാസ്ത്രത്തിന് അത്ഭുതമായ മാഗൻതെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഓരോരുത്തരും വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 40 ലക്ഷത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സ് ഉണ്ട്. കമ്പനിക്ക് ഏപ്രിൽ മാസത്തിലെ ഏതാണ്ട് 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പുതിയ ഓഫീസ് കൂടി ഉദ്ഘാടനം ചെയ്യാനാണ്. കാരണം ഉൽപ്പന്നങ്ങൾ അത്രയേറെ ജനങ്ങൾക്ക് ആവശ്യമായി മാറിയ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ വെൽനസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധ്യതകളുള്ളതാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാനാണ് ആധുനിക ജനത ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ് അതിന് 2020 കൊറോണ
വേണ്ടി വന്ന് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ വെൽനസ് ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വിറ്റഴിക്കാൻ സാധിക്കും. ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നിയോഡൈമിയം മെഡിക്കൽ മാനേജ്മെന്റ് ഉൽപ്പന്നങ്ങളാണ് കമ്പനി വിറ്റഴിച്ചിരുന്നതെങ്കിൽ ആ ഒരൊറ്റ ഉൽപ്പന്നം കൊണ്ടാണ് ഏതാണ്ട് 400ഓളം കോടീശ്വരന്മാരെ സൃഷ്ടിച്ചത്. നമ്മൾ മനോജ് സാറിനെ പോലുള്ള സീനിയേഴ്സിന് 10 മാസം കൊണ്ട് 1 കോടി രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചത് ഈ ഉൽപ്പന്നങ്ങൾ മാത്രം ജനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഇതിന്റെ അത്ഭുതകരമായ റിസൾട്ട് ആണ് ഈ വലിയൊരു മുന്നേറ്റത്തിന് സാധിച്ചത്. ഇന്നിപ്പോ ആ ഉൽപ്പന്നം മാത്രമല്ല, നമുക്ക് അൾട്രാബെറി ഉണ്ട്. അൾട്രാബെറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെ. ഇരുമ്പ് തുരുമ്പിക്കുന്നതിന്റെ കാരണം ആ ഇരുമ്പിലുള്ള ഓക്സിജൻ നഷ്ടപ്പെടുമ്പോഴാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ആ ഓക്സിജൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പെയിന്റ് ഒക്കെ അടിക്കുന്നത്. അപ്പൊ ആ പ്രതലം വായുവായിട്ട് സമ്പർക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഓക്സിഡേഷൻ സംഭവിക്കാതിരിക്കുന്നതും തുരുമ്പ് വരാതിരിക്കുന്നത്. ഒരു ആപ്പിളും മുറിച്ച് ചേർന്നെങ്കിൽ ഒരു ബ്രൗൺ നിറം വരുന്നുണ്ട്. ആ ഒരു പ്രക്രിയയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. നമ്മളെ മനുഷ്യ ശരീരത്തിലും ഒരുപാട് ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സെല്ലുകൾ നശിക്കുന്നുണ്ട്. ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട്. അകാല വാർദ്ധക്യം നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം ഓക്സിഡേഷന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്സിഡേഷൻ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ ഒരുപാട് നമ്മുടെ ശരീരത്തിലേക്ക് വേണം. ഇത് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഏതാണ്ട് 7 നിറത്തിലെ ഭക്ഷണങ്ങളും 7 തരത്തിലുള്ള ഭക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിൽ വേണമെന്നാണ് പറയുന്നത്. 7 നിറത്തിലെ ഭക്ഷണങ്ങളൊന്നും നമ്മൾ കഴിക്കുന്നില്ല. 7 നിറത്തിലെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നില്ല. പ്രത്യേകിച്ച് ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പോലും പാടില്ല. ബെറി പഴങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് ഉള്ളത്. അതുകൊണ്ടാണ് അൾട്രാബെറിയിൽ ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് ലഭിക്കാവുന്ന ബെറികളുള്ളത്. ഇവിടെ നമുക്ക് ബ്ലൂബെറി ഉണ്ട്, എൽഡൻബെറി ഉണ്ട്, ക്രാൻബെറി ഉണ്ട്, അങ്ങനെയുള്ള സ്ട്രോബെറി ഉണ്ട്. അങ്ങനെ 4 രീതിയിലുള്ള ബെറി ഉണ്ട്. 21ഓളം അപൂർവമായ ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട് എടുത്ത് നിർമ്മിക്കുകയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന്റെ സ്റ്റെം സെല്ലാണ് ഇവിടെ എടുത്ത് നിർമ്മിച്ച് നമുക്ക് ജ്യൂസ് രൂപത്തിൽ തരുന്നത്. ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കാരണം ഇപ്പൊ രോഗങ്ങൾ വന്ന് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മരുന്നുകൾ ശരിയായ രീതിയിൽ ശരീരത്തിൽ പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ പാടില്ല. ഒരു ആന്റി ഓക്സിഡന്റ് ആയ ഒരു അവസ്ഥയിലേക്ക് അവരുടെ ശരീരം എത്തണം. അതിന് മരുന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ആന്റി ഓക്സിഡന്റ് ആയ ഫുഡുകളൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ നമ്മൾ പഴങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത്. അന്ന് ഓർഗാനിക് ഫ്രൂട്ട്സ് കിട്ടുമായിരുന്നു. ഈ ഓർഗാനിക് ഫ്രൂട്ട്സിലാണ് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് ഉള്ളത്. ഇന്നിപ്പോ നമുക്ക് ഓർഗാനിക് ഫ്രൂട്ട്സ് കിട്ടുന്നില്ല. രാസമാലിന്യങ്ങളുള്ള ഫ്രൂട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കുന്ന കാര്യത്തിൽ ഡോക്ടേഴ്സിന് എതിർപ്പാണ്. അപ്പൊ ഒരു ആന്റി ഓക്സിഡന്റ് ആയ ഒന്നും തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നില്ല. അപ്പൊ ആന്റി ഓക്സിഡന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രയോജനം കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മളെ അൾട്രാബെറി നല്ലൊരു ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ്. അപ്പൊ ഇത് മരുന്നുകളോടൊപ്പം തന്നെ ഒരു 30 മില്ലി നമ്മളെ മനുഷ്യ ശരീരത്തിലേക്ക് കിട്ടുകയാണെങ്കിൽ മരുന്നുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാവും. ആ മരുന്നുകൾ കഴിച്ചത് കൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവും, രോഗശമനം ഉണ്ടാവും. അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കാന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നമുക്ക് പ്രയോജനപ്രദമായിട്ട് മാറൂല. അപ്പൊ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളോട് പറയുക, ആന്റി ഓക്സിഡന്റ് പ്രാധാന്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മരുന്നുകളോടൊപ്പം തന്നെ ആന്റി ഓക്സിഡന്റ് ആയ ഔഷധങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടിയാൽ മാത്രമേ ഈ മരുന്നുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പ്രയോജനം കിട്ടുള്ളൂ എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അങ്ങനെ അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉൽപ്പന്നം വിറ്റഴിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് സ്ട്രെസ് കുറക്കുന്നുണ്ട്. മനസ്സിന്റെ സ്ട്രെസ് കുറക്കുന്നുണ്ട്, ശരീരത്തിന്റെ സ്ട്രെസ് കുറക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സ്ട്രെസ് ഏറ്റവും വലിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളത് ആർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്കാണ്. കാരണം 24 മണിക്കൂർ എന്നുള്ള രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികളാണ്. അവര് ക്ലാസ്സിൽ പോകുന്നുണ്ട്, അതിനുശേഷം ട്യൂഷന് പോകുന്നുണ്ട്, കരാട്ടെ ക്ലാസ്സിൽ പോകുന്നുണ്ട്, ഡാൻസ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. അങ്ങനെ അവരുടെ സമയം മുഴുവനും ഈ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകണേണ്. വൈകുന്നേരം രാത്രി ഒരു 9 മണിക്ക് 10 മണിക്ക് വീട്ടിൽ വന്നാൽ ക്ലാസ് റൂമിലെ ഹോംവർക്ക് ചെയ്യാനുണ്ടാവും, ട്യൂഷൻ ക്ലാസ്സിലെ ഹോംവർക്ക് ചെയ്യാനുണ്ടാവും. ഇപ്പൊ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ വിദ്യാർത്ഥികളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവര് മിക്കവാറും ഇരുന്ന് ഉറങ്ങണേയിരിക്കുള്ളൂ. അവർ പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ടാവും, പക്ഷെ അവരുടെ ആ ഉറക്കം എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ തളർന്ന് കഴുത്തൊക്കെ ഒടിഞ്ഞ് തൂങ്ങി ഉള്ള ഒരു ഉറക്കമാണത്. അതുപോലെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും നിന്ന് ഉറങ്ങണേയിരിക്കുള്ളൂ. കാരണം അവർക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിന് അത്രയേറെ
ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകളുണ്ട്, മാനസികമായ ടെൻഷൻ ഉണ്ട്, സമ്മർദ്ദമുണ്ട്. അവർക്ക് പോഷകാഹാരങ്ങൾ ഒന്നും തന്നെ കിട്ടുന്നില്ല. രുചികരമായ ആഹാരങ്ങളാണ് മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, അതേപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ പോഷകങ്ങളില്ല. അപ്പൊ ഇവിടെ നമ്മളുടെ അൾട്രാബറിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട മുഴുവൻ പോഷകങ്ങളും അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. അവരുടെ മാനസികമായ സ്ട്രെസ് കുറക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. അതുപോലെ തന്നെ മെലോട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവരുടെ സ്ട്രെസ് കുറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരീക്ഷ പേടി ഇല്ലാതാകുന്നുണ്ട്. അപ്പൊ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു അത്യാവശ്യമായ ഒരു ഉൽപ്പന്നം തന്നെയാണ്. അവർക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാനും അവരുടെ ആരോഗ്യം നിലനിർത്താനും അവരുടെ ഓർമ്മശക്തി കൂട്ടാനും അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും അതുപോലെ തന്നെ അവരുടെ കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാനും അവരുടെ മുടി തഴച്ചു വളരാനും അവരുടെ ത്വക്കിന്റെ ആരോഗ്യം കൂട്ടാനും ഇത് വളരെ അത്യാവശ്യമാണ്. ഏതാണ്ട് 7ാം ക്ലാസ് തുടങ്ങി +2 വരെയുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രം ഏതാണ്ട് 50 ലക്ഷത്തോളം കുട്ടികളുണ്ട്. 10 വയസ്സിന് മേലെയുള്ള എല്ലാ കുട്ടികൾക്കും അത്യാവശ്യമായ ഒരു ഡ്രിങ്കാണ് അൾട്രാബെറി. അപ്പൊ അവരുടെ മാതാപിതാക്കളെ കണ്ട് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈ ഉൽപ്പന്നം നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കും. വീണ്ടും വീണ്ടും ആ ഉൽപ്പന്നം വാങ്ങിക്കാൻ അവർ തയ്യാറാവും. ആദ്യ സമയങ്ങളിൽ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി മേടിക്കുകയാണെങ്കിൽ പിന്നെ സഹോദരനും അല്ലെങ്കിൽ സഹോദരിക്ക് വേണ്ടി പിന്നീട് വാങ്ങിക്കാൻ തയ്യാറാവും. കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുമ്പോൾ ഒരു 2 ബോട്ടിൽ ഒരു മാസം അവർക്ക് അത്യാവശ്യമായിട്ട് മാറും. ആ 2 ബോട്ടിൽ വാങ്ങിക്കാനുള്ള വരുമാനം കണ്ടെത്താൻ വേണ്ടി അവർ ഈ വൈറ്റോളത്തിൽ പ്രവർത്തിക്കാനും തയ്യാറാവും. അങ്ങനെയാണ് കസ്റ്റമർ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരുന്നതും ഡിസ്ട്രിബ്യൂട്ടർ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരുന്നതും ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ലീഡർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ആരോഗ്യം നിലനിർത്താനുള്ള സമൂഹത്തിന് അത്യാവശ്യമായ ഉൽപ്പന്നങ്ങളാണ്. ഈ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് നമ്മളൊന്ന് പഠിക്കാനും പറയാനും തയ്യാറാകണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ടീം ഫോം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒരു ടീം ഫോം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം വളരെ വലുതാണ്. ഇപ്പൊ നമുക്ക് മനോജ് സാറിനെ തന്നെ ഉദാഹരണം എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ള വരുമാനം ഏതാണ്ട് 4 വർഷം കൊണ്ട് 4 കോടി രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാക്കി. ഒരു ബിസിനസ്സുകാരനും കേരളത്തിൽ അത്രയും വലിയൊരു വരുമാനം കിട്ടുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ്. ഒരു ചെറിയ ഒരു പാക്കേജ് വാങ്ങിച്ചുകൊണ്ടാണ് ഒരു ID നമ്പർ എടുത്തത്. പിന്നെ പ്രവർത്തനവും നമ്മളുടെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ദിവസം നമുക്ക് ഒരാൾക്ക് എത്ര മണിക്കൂർ പ്രവർത്തിക്കാൻ പറ്റും? കൂടി ഒന്ന് 10 മണിക്കൂറല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അത്രയല്ലേ മനോജ് സാറിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ടൈം ലിവറേജ് കൂടുതൽ കിട്ടുന്നുണ്ട്. കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആളുകളുടെ പ്രവർത്തനത്തിന്റെ റിസൾട്ട് അദ്ദേഹത്തിന്റെയും കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റാങ്കിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വിജയിച്ചു വരുന്നത്. ഇവിടെ ഏതൊരു വ്യക്തിക്കും ഏറ്റവും കൂടുതൽ ആവശ്യം വരുമാനമാണ്. കാരണം ഓരോ ഉൽപ്പന്നങ്ങളുടെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം ഗ്യാസ് കിട്ടാൻ പോലും ഇല്ല. എല്ലാ വീടുകളിലും ആശങ്കയാണ്. വിറകടപ്പ് നമ്മുടെ വീടുകളിൽ ഇല്ല. ഗ്യാസിന്റെ ആണെങ്കിൽ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം തന്നെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കടയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില ഒരു 12% തുടങ്ങി 25% വരെ കൂടി. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറക്കിയ മാട്രസിന്റെ വില ഏതാണ്ട് 25% വരെയും കൂടി. എന്ന് പറഞ്ഞാല് ഇതുവരെ ഇപ്പൊ 4000 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഒരു മാട്രസ് 5000 രൂപയ്ക്ക് ഇനിയിപ്പോ വിൽക്കേണ്ട സാഹചര്യമാണ്. സാധാരണക്കാരൻ എന്ത് ചെയ്യാൻ പറ്റുമായിരിക്കും? കാരണം 1000 രൂപയെങ്കിലും കൂടുതൽ ഒരു മാട്രസിന് മാത്രം കൊടുക്കേണ്ട ഒരു സാഹചര്യമായി. അതൊരു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന എല്ലാ സാധനങ്ങളുടെ വില കുതിച്ചു കയറി കഴിഞ്ഞു. കാരണം അവര് പറയുന്ന അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നില്ല എന്നാ പറയുന്നത്. അപ്പൊ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ ഉൽപ്പന്നങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ശമ്പളം കൂടുന്നില്ല. ചെലവുകൾ വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആഹാര സാധനങ്ങൾ ഒന്നുപോലും നമ്മൾ വാങ്ങിക്കുന്നില്ല എങ്കിൽ പോലും ഒരു ശരാശരി കുടുംബത്തിന് ഒരു മാസം ജീവിക്കാനായിട്ട് ഒരു 30,000 രൂപയെങ്കിലും വേണം. കാരണം നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യണം, TV കേബിളിന്റെ പൈസ കൊടുക്കണം, കുട്ടികളുടെ ട്യൂഷൻ ഫീസ് കൊടുക്കണം, കുട്ടികളെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്തിക്കാനുള്ള ആ ട്രാൻസ്പോർട്ടിങ് എക്സ്പെൻസ് വേണം, സ്കൂളിലെ ഫീസ് വേണം, EMI അടക്കണം. അങ്ങനെയുള്ള ഓരോരോ ചെലവുകൾ എടുത്തു നോക്കിയേ. പ്രായമായ ആളുകളുടെ മരുന്ന് വാങ്ങിക്കണം. ഒന്നും ഒഴിവാക്കാൻ പറ്റൂല. ഈ കാലഘട്ടത്തിൽ ഒന്നുപോലും ഒഴിവാക്കാൻ പറ്റൂല. അപ്പൊ ആഹാര സാധനങ്ങൾ ഒന്നുപോലും വാങ്ങിച്ചില്ല എങ്കിൽ പോലും ഒരു മാസം 30,000 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സാധാരണക്കാരന് ഒരു മാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെലവുള്ളത് ആഹാരത്തിലായിരുന്നു. ആഹാരം, വസ്ത്രം, അതേപോലുള്ള കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ചെലവുള്ളത്. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് ആഹാരത്തിന്റെ ചെലവ് എടുത്തു നോക്കണ്ട, അല്ലാതെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ചെലവാണ്. ഞങ്ങൾ തമാശയായിട്ട് പറയാറുണ്ട്, ഒരു ദിവസം ഒരു ശരാശരി കുടുംബത്തിന് ഒരു 1/2 കിലോ അരി പോലും വേണ്ട. 1/2 കിലോ ഏറ്റവും നല്ല അരി വാങ്ങിക്കണമെങ്കിൽ പോലും 25 രൂപയെ വരുള്ളൂ. പക്ഷെ ആ 1/2 കിലോ അരിയുടെ ചോറ് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 250 രൂപയുടെ മീൻ മേടിക്കണം. 25 രൂപയെ അരിക്ക് വരുന്നുള്ളൂ. പക്ഷെ ആ അരിയുടെ ചോറ് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 250 രൂപയുടെ മീൻ മേടിക്കണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി.
അതാണ് ജീവിത ചെലവുകൾ എന്ന് പറഞ്ഞാൽ. അത്രയേറെ ജീവിത ചെലവുകളാണ്. അപ്പൊ ജനം സഹിക്കാവുന്നതിന്റെ മാക്സിമം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മെമ്പേഴ്സും ഒരു സൈഡിനകത്തിന് വേണ്ടി നെട്ടുവട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്, നെട്ടുവട്ടം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകളും അതെ, എങ്ങനെ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം, എങ്ങനെ കുറച്ചും കൂടി മെച്ചപ്പെട്ട കുറച്ചുകൂടി വരുമാനം ഉണ്ടാക്കിയെടുക്കുക. കാരണം കിട്ടുന്ന ജോലിയിൽ നിന്നുള്ള വരുമാനം അതിനേക്കാൾ കൂടുതൽ കിട്ടില്ല. എപ്പോ വേണമെങ്കിലും തൊഴിൽ നഷ്ടപ്പെട്ടു പോകുക എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊന്നും ആരും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു 10,000 രൂപയെങ്കിലും ഏതെങ്കിലും രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട്. ഇപ്പൊ പണ്ട് കാലങ്ങളിൽ എന്റെയൊക്കെ ചെറുപ്പത്തിലെ കുടുംബനാഥൻ മാത്രമേ ജോലിക്ക് പോകുള്ളൂ. കുടുംബിനികൾ ഒരു കാരണവശാലും ഒരു ജോലിക്ക് പോകാറില്ല. വളരെ റയറായ മെമ്പേഴ്സ് മാത്രമേ ജോലിക്ക് പോകാറുള്ളൂ. ആണുങ്ങൾ മാത്രമാണ് ജോലിക്ക് പോകുന്നത്. പെണ്ണുങ്ങൾ പിന്നെ വല്ല ഗവൺമെന്റ് ജോലിയൊക്കെ ആണെങ്കിൽ മാത്രമേ പെണ്ണുങ്ങൾ ജോലിക്ക് പോകാറുള്ളൂ. അവര് കുടുംബിനികളായിട്ട് കുട്ടികളൊക്കെ നോക്കി വളർത്തി. അതുകൊണ്ടാണ് അന്നത്തെ കുട്ടികളൊക്കെ ആ ഒരു സംരക്ഷണത്തിൽ വളർന്നു വന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് ആ ഒരു രീതിയിലുള്ള ഒരു സംരക്ഷണം കിട്ടുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ വീട്ടമ്മമാരും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 22 വയസ്സ് കഴിഞ്ഞ എല്ലാ പെൺകുട്ടികളും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് തിരുവനന്തപുരത്ത് നഴ്സുമാരുടെ സമരം നമ്മൾ കണ്ടതാണ്. അവര് സമരം ചെയ്യുന്നത് 40,000 രൂപ ശമ്പളം കിട്ടാൻ വേണ്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. 15,000 രൂപ 20,000 രൂപയ്ക്കാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത്. വെറും 40,000 രൂപ മാത്രം ശമ്പളം കിട്ടാൻ വേണ്ടിയാണ് തിരുവനന്തപുരത്ത് അവർ സമരം ചെയ്തത്. ആശ്രം മെഡിസിറ്റിലെ നഴ്സുമാരെല്ലാവരും പിരിച്ചുവിട്ടെന്നാണ് കഴിഞ്ഞ ദിവസം പത്രത്തിലൂടെ കാണാൻ സാധിച്ചത്. അവർ സമരം ചെയ്തതിന്റെ കാരണം കൊണ്ട് അവരെല്ലാവരും പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ ഉള്ള ശമ്പളം പോലും അവർക്ക് നഷ്ടപ്പെട്ടു. ഇവിടെ 40,000 രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 22-23 വർഷം പഠിച്ച ആളുകളാണ് അവര്. ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം ഏതാണ്ട് 23 വർഷം ചെലവാക്കി. 23 വർഷം എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടു പോകും. 1 വർഷം നേഴ്സറി പഠിച്ച്, 2 വർഷം LKG UKG ആയിട്ട് പോയി, 3 വർഷം 10 വർഷം കൊണ്ടാണ് SLC കംപ്ലീറ്റ് ചെയ്തത്. 13 വർഷം, 2 വർഷം +2, 15 വർഷം, 3 വർഷം ഡിഗ്രി, 18 വർഷം, 3 വർഷം നേഴ്സിംഗ്, 21 വർഷം, 1 വർഷം പ്രാക്ടീസ്, 22 വർഷം. ഒരു ജീവിതത്തിന്റെ ഏറ്റവും നല്ല വർഷങ്ങൾ 22 വർഷം അവർ കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി. ഏതാണ്ട് 70% ആളുകൾ മാത്രമേ പാസ്സാകാറുള്ളൂ. ഒരുപാട് പണം ചെലവാക്കി, ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 40,000 രൂപ ശമ്പളത്തിന് വേണ്ടി അവർ സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരെല്ലാവരും വരും. ഈ നഴ്സുമാരും ഈ ഡോക്ടേഴ്സും എല്ലാവരും വരും. ഇവര് വെൽനസിലേക്ക് വരുള്ളൂ. ഇവര് ഈബായിട്ടോറിയത്തിലേക്ക് വരുള്ളൂ. കാരണം ഇതിന്റെ പ്ലാൻ അത്രയും മനോഹരമാണ്. ഇന്ന് കേരളത്തിലുള്ള എല്ലാ നഴ്സുമാരും, ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാ ഡോക്ടേഴ്സും, ഇപ്പൊ ഡോക്ടേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 2000 തുടങ്ങി MBBS പഠിക്കുന്ന ഡോക്ടേഴ്സിന് ആർക്കും തന്നെ നല്ല ജോലി കിട്ടില്ലെന്നാ പറയണം. കഴിഞ്ഞ 5 വർഷം മുമ്പ് പഠനം ആരംഭിച്ചത്. അവര് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങാൻ പോണേ ഉള്ളൂ. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്. ഇപ്പൊ പുതിയ യുവാക്കളാരും തന്നെ MBBS കോഴ്സിലേക്ക് പോകുന്നില്ല. ഇപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് പോലെ തന്നെ അത് കാലഹരണപ്പെട്ട ഒരു കോഴ്സായിട്ട് MBBS മാറാൻ പോലെയാണ്. കാരണം വിദേശത്തേക്ക് നമ്മളെ ഇന്ത്യൻ ഡോക്ടേഴ്സിന് ആവശ്യമില്ലാത്തൊരു സാഹചര്യമായിട്ട് മാറി. ഇന്ത്യയിൽ തന്നെ അവസരങ്ങൾ വളരെ കുറയും. മാത്രമല്ല റോബോട്ടുകളാണ് ഇനി ആ അവസരം കീഴടക്കാൻ പോകുന്നത്. ഏറ്റവും നല്ല രീതിയിൽ രോഗനിർണയം നടത്തുന്നതും ഏറ്റവും നല്ല രീതിയിൽ ശസ്ത്രക്രിയകൾ ചെയ്യുന്നതും റോബോട്ടുകളാണ്. അപ്പൊ ഇനി പുതുതായിട്ട് പഠിച്ചിറങ്ങുന്നവർക്ക് ഇനി ഒരു ജോലി കിട്ടിയാൽ തന്നെ ഒരു റോബോട്ടിന്റെ അസിസ്റ്റന്റായിട്ട് നിൽക്കാനേ സാധിക്കുള്ളൂ. പരമാവധി കിട്ടാൻ സാധ്യതയുള്ള ശമ്പളം 35,000 രൂപ. അതുകൊണ്ടൊന്നും ആരും തൃപ്തിപ്പെടില്ല. അപ്പൊ അവരെല്ലാവരും തന്നെ ഈബായിട്ടോറിയത്തിലേക്ക് വരുള്ളൂ. നിങ്ങളുടെ ടീമില്, നിങ്ങളുടെ ഡൗൺലൈനില്, നിങ്ങളുടെ ജൂനിയർ ആയിട്ടായിരിക്കും അവരെല്ലാവരും വരാൻ പോകുന്നത്. അപ്പൊ ഈബായിട്ടോറിയത്തിൽ എന്ന് പറഞ്ഞ സാധ്യതകൾ വളരെ വലുതാണ്. ആ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈബായിട്ടോറിയത്തെ സംബന്ധിച്ച് പഠിക്കാനും നല്ലൊരു ടീം ഫോം ചെയ്യാനും നിങ്ങൾ തയ്യാറാണ്. ഇവിടെ ഞാൻ നഴ്സുമാരുടെ വിദ്യാഭ്യാസ കാലഘട്ടം പറഞ്ഞു, 22 വർഷം എന്ന് പറഞ്ഞു അല്ലെ. ഒരു നേഴ്സ് 40,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു നേഴ്സ് 22 വർഷം പണം ചെലവാക്കി 24 മണിക്കൂറും അർപ്പിച്ച് വർക്ക് ചെയ്തിട്ടാണ് അവർ ഈ തിരുവനന്തപുരത്ത് ഒരു ദിവസം മുഴുവനും തെരുവിൽ അലഞ്ഞത്. ആ സമരം ചെയ്ത ആൾക്കാരെ ഓരോ ഹോസ്പിറ്റലിലും തിരിച്ചുവിട്ടുകൊണ്ടിരിക്കും. ഇത്ര ദയനീയമാണെന്ന കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇവിടെ നമ്മൾ എത്ര ഭാഗ്യവന്മാരാണ്. നമ്മൾ ഈ ഈബായിട്ടോറിയത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടി. ഒരു ഉൽപ്പന്നം വാങ്ങിച്ചുകൊണ്ട് നമുക്കൊരു ID നമ്പർ കിട്ടിയിട്ടുണ്ട്. ആ ID നമ്പറിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. അപ്പൊ മനോജ് സാറിന്റെ ID നമ്പറിൽ ഇതുവരെ 4 കോടി രൂപ വരുമാനം കിട്ടിയെങ്കിൽ അടുത്ത 4-5 തലമുറ കഴിയുമ്പോൾ അതിൽ കിട്ടിയിരിക്കുന്ന വരുമാനം 4,000 കോടിയല്ല 40,000 കോടി രൂപ മേലെയിരിക്കും. മനോജ് സാറിന്റെ കുടുംബത്തിലെ 5ാമത്തെ തലമുറയിൽ അടുത്തൊരു 40-50 വർഷം കഴിഞ്ഞ് ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിയായിരിക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ. 50 വർഷം കഴിഞ്ഞിട്ട് ആ തലമുറയിൽ ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിയായിരിക്കും ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ ഈ കിരീടാവകാശം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ കുട്ടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കാൻ പോകുന്നത്.
ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഈ ബൈട്ടോറിയം ചെയ്യുന്നതിന്റെ വരുമാനമായിരിക്കും ആ ID നമ്പറിൽ കിട്ടാൻ പോകുന്നത്. ആ ഒരു ID നമ്പറിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ വലിയ പ്രാധാന്യമാണ്. തലമുറകൾക്ക് കൈമാറാൻ സാധിക്കുന്ന ഒരു ID നമ്പറാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമുക്ക് ആ ഒരു ID നമ്പർ കിട്ടിക്കഴിഞ്ഞ് ഇനി ഒരു ടീം ഫോം ചെയ്താൽ മതി. ടീം ഫോം പല മെമ്പേഴ്സും പറയുന്നത് ടീം ഫോം ചെയ്യാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് സാറേ, ടീം ഫോം ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾ വിളിച്ചിട്ട് ആരും വരുന്നില്ല. വിളിക്കേണ്ട രീതിയിൽ വിളിച്ച എല്ലാവരും വരും. നിങ്ങൾ വിളിച്ച്, പക്ഷെ വിളിക്കേണ്ട രീതിയിൽ വിളിച്ചില്ല. എന്താണ് വിളിക്കേണ്ട രീതി എന്ന് പറഞ്ഞാല്, നമ്മളുടെ ഇവിടെ ഒരു ബൈട്ടോറിയംകാരന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ അറിവുകളാണ്. ആ ആയുധത്തിന് മൂർച്ച വെച്ചുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഒരുപാട് മെമ്പേഴ്സിനെ കിട്ടും. ഇതൊരു യുദ്ധമാണത്, ജയിക്കാനുള്ള യുദ്ധമാണ്. ഒരു സാധാരണ ജോലിയെ പോലെ നിങ്ങൾ കണ്ടാ പോരാ, ഒരു യുദ്ധമാണ്. യുദ്ധം ചെയ്ത് നമ്മൾ മുന്നോട്ട് ഇറങ്ങിയത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സ്പിരിറ്റ്. അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു സ്പിരിറ്റ് ആണ്. ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു യുദ്ധമാണ്, ഇത് വെട്ടിപ്പിടിക്കാനുള്ള യുദ്ധമാണ്, ഈ സാമ്രാജ്യത്തിന്റെ അധിപന്മാരാകാനുള്ള യുദ്ധമാണ് ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ ബൈട്ടോറിയം MBR എന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ടീം ഫോം ചെയ്യണം എന്ന അടങ്ങാത്ത ആഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പൊ ഇതൊരു യുദ്ധം തന്നെയാണ്. ആ ഒരു യുദ്ധത്തിലാണ് നമ്മൾ എല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നത്. ഈ യുദ്ധം ജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ആയുധങ്ങൾ വേണം. ആയുധങ്ങളുള്ളവർക്ക് മാത്രമേ നല്ല രീതിയിലുള്ള യുദ്ധം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ ലോക രാജ്യങ്ങളുടെ നെറുകയിൽ നിൽക്കുന്നതിന്റെ കാരണം ബ്രഹ്മോസ് പോലുള്ള റോക്കറ്റുകളും ആയുധങ്ങളും എന്നാൽ ലോകത്തിലെ ഏറ്റവും നല്ല ടെക്നോളജിയുള്ള ആയുധങ്ങൾ ഇപ്പൊ ഇന്ത്യയുടെ കൈവശമാണ് എന്നാണ് പറയുന്നത്. ആ ആയുധങ്ങൾ മാത്രം വിറ്റഴിച്ചുകൊണ്ടാണ് ഇന്ത്യ ഏറ്റവും സമ്പന്ന രാജ്യമായിട്ടും ലോകത്തിന്റെ നെറുകയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പഴയകാലമല്ല, ഒരു 10 വർഷം മുമ്പുള്ള ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. അതാണ് അതിന്റെ വ്യത്യാസം. ഇവിടെ ആയുധങ്ങൾ അണിഞ്ഞ ഒരു ഇന്ത്യയാണ്. അബ്ദുൽ കലാമിന്റെ സ്വപ്നം പോലെ തന്നെ ആയുധങ്ങൾ അണിഞ്ഞ ഒരു ഇന്ത്യയാണ് ഇന്നത്തെ ലോക ചരിത്രത്തിന്റെ ഇന്ത്യ. അതുകൊണ്ടല്ലേ ഇന്ത്യ എല്ലാ രാജ്യങ്ങൾക്കും ഒരു പേടിയുള്ളത്. ഇന്ത്യയുടെ വാക്കുകൾക്ക് വിലയുള്ളതിന്റെ കാരണമല്ലേ? കാരണം ആയുധം അണിഞ്ഞ ഏറ്റവും നൂതനമായ ആയുധങ്ങളുള്ള ഒരു ഇന്ത്യയാണ്. എന്നതുപോലെ ഏറ്റവും നൂതനമായ ആയുധങ്ങളാണ് നമ്മളുടെ അറിവുകൾ. ആ അറിവുകളുള്ള വ്യക്തികൾക്കാണ് ടീം വരുന്നത്. ഇവിടെ അറിവുകൾ എന്ന് പറയുമ്പോൾ എന്തെല്ലാം അറിവുകളാണ് ഈ ബൈട്ടോറിയംകാരന് വേണ്ടത്? ഈ ബൈട്ടോറിയംകാരന് വിജയിക്കാനും കോടികൾ വരുമാനം ഉണ്ടാക്കാനും ഏതൊരു വ്യക്തിക്കും സാധിക്കും. അതിന് വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ല, പ്രായം ആവശ്യമില്ല, അല്ലെ, ഒന്നും ആവശ്യമില്ല. നമുക്കൊരു പാൻ കാർഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു ID നമ്പർ കിട്ടുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നമ്മൾ ഇടതും വലുതുമായിട്ട് 2 ഓർഗനൈസേഷനിലൂടെ അനവധി മെമ്പേഴ്സ് വരുന്നുണ്ട്. അത് നമ്മളെക്കാൾ കഴിവുള്ള മെമ്പേഴ്സ് വരുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് സോഫ്റ്റ്വെയർ നമുക്ക് വരുമാനം അയച്ചു തരുന്നുണ്ട്. ഇതാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ആ അണികളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിവുകൾ വേണം. നമ്മൾ ഡോർ ടു ഡോർ എന്ന് ഫേസ് ടു ഫേസ് ഇരുന്ന് സഹിതം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ, ഇതിന്റെ സാധ്യതകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ അറിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ അറിവുകളിലേക്ക് നമ്മളൊന്നും വിൽക്കുന്നില്ല. നമ്മളൊന്നും വിൽക്കാൻ വേണ്ടിയല്ല പോകുന്നത്. ഞാനൊരു സാധനം പോലും വിൽക്കുന്നില്ല. എന്റെ കയ്യിൽ ഒരു ഡോക്യുമെന്റ്സ് പോലും ഉണ്ടാകാറില്ല. ഞാനിപ്പോ എന്തെങ്കിലും സാധനം നിങ്ങളോട് വാങ്ങിക്കാൻ പറയുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ പെരുമ്പാവൂർ മീറ്റിംഗിൽ ചെന്നാൽ ഇതിനൊരു സ്ഥിതി ഓരോ ദിവസവും ഒരു 18 മണിക്കൂർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ ബൈട്ടോറിയത്തെ സംബന്ധിച്ചും ഈ ബൈട്ടോറിയത്തിന്റെ വ്യത്യസ്തമായ സാധ്യതകളെ സംബന്ധിച്ചും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം അറിയാം, മറ്റാരേക്കാൾ കൂടുതൽ ഈ കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് അറിയാം. അതാണ് എന്റെ ആത്മവിശ്വാസം. അതുകൊണ്ടാണ് ഈ സാമ്രാജ്യത്തിന്റെ അധിപനാകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം. അപ്പൊ അറിവാണ് നമ്മളുടെ ആയുധം. ഈ അറിവെന്ന് പറയുമ്പോൾ ഒരു തുടക്കക്കാരൻ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ എന്റെ ഭാഷയിൽ പറയും 5Pയും 1Dയും പഠിക്കണമെന്ന് പറയും. വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് പരീക്ഷ എഴുതാൻ വേണ്ടിയല്ല, ഉയർന്ന മാർക്ക് മേടിക്കാൻ വേണ്ടിയല്ല, ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല. ഇവിടെ നമ്മൾ ഇതെല്ലാം പഠിക്കുന്നതിന്റെ കാരണം ഈ 5Pയും 1Dയും പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാമ്രാജ്യത്തിന്റെ അധിപന്മാരാകാൻ വേണ്ടിയും ഈശ്വരനാകാൻ വേണ്ടിയും കോടീശ്വരനാകാൻ വേണ്ടിയാണ്. ഇവിടെ 10,000ങ്ങളുള്ള പണക്കാരനായിട്ടല്ല നിങ്ങളെ ക്ഷണിക്കുന്നത്, ലക്ഷങ്ങളുള്ള പ്രഭുവായിട്ടല്ല നിങ്ങളെ ക്ഷണിക്കുന്നത്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഒരു ഈശ്വരനാകാൻ വേണ്ടിയാണ്, ഒരു കോടീശ്വരനാകാൻ വേണ്ടിയാണ്. ഞാൻ ഓരോ മീറ്റിങ്ങുകളിലും ഞാൻ പുതിയ മെമ്പേഴ്സിനോട് പറയാറുണ്ട്, എന്റെ ടീമിലെ അണികളോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ബൈട്ടോറിയത്തിൽ വന്നിട്ടുള്ളത് 10,000ങ്ങളുള്ള പണക്കാരനാകാൻ വേണ്ടിയല്ല, ലക്ഷങ്ങളുള്ള പ്രഭുവാകാൻ വേണ്ടിയിട്ടല്ല, ഈശ്വരനാകാൻ, കോടീശ്വരനാകാൻ വേണ്ടി. അല്ലാണ്ട് ഒരു കസ്റ്റമർ ആകാൻ വേണ്ടിയല്ല നമ്മൾ ക്ഷണിക്കുന്നത്, ഒരു ഉൽപ്പന്നം വാങ്ങിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ ക്ഷണിക്കുന്നത്, അല്ലാണ്ട് ഈ ബൈട്ടോറിയത്തിൽ എന്തെങ്കിലും ആകാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ക്ഷമിക്കുന്നത്. വിത്ത് തേങ്ങ പറക്കാൻ തുടങ്ങി കഴിഞ്ഞ സുഹൃത്തുക്കളെ, വിത്ത് തേങ്ങ, ആ വിത്ത് തേങ്ങയാണ് വലിയ കൽപ്പവൃക്ഷമായിട്ട് മാറുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കണം? 5Pയും 1Dയും പഠിച്ചിരിക്കണം. എന്താണ് 5P? ആദ്യത്തെ P എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രൊഫൈലാണ്. കമ്പനി എന്ന് ആരംഭിച്ച് കമ്പനി എങ്ങനെയാണ് ഈ 18 വർഷം കൊണ്ട് വളർന്ന് പന്തലിച്ചത്, ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് എത്തിയത് എന്നൊന്ന് പഠിക്കാൻ തയ്യാറാണ്. അത് കമ്പനിയുടെ പ്രൊഫൈലിന്റെ PDF സീനിയേഴ്സിന്റെ കയ്യിലുണ്ട്. അതൊന്ന് വാങ്ങിക്കുക. അതിനുശേഷം അതൊന്നിരുന്ന്
പഠിക്കുക, ഒരു നോട്ട് തയ്യാറാക്കുക. ഒരു നല്ല ബുക്ക് വാങ്ങിച്ചിട്ട് ഒരു നോട്ട് തയ്യാറാക്കുക, ഉരുവിട്ട് പഠിക്കുക. ഇതല്ലാണ്ട് വേറെ ഒരു മാർഗമില്ല. പരീക്ഷ എഴുതി പാസ്സാകാൻ വേണ്ടിയല്ല, ഈ സാമ്രാജ്യത്തിന്റെ അധിപനാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രൊഫൈല് പഠിക്കുന്നത്. അല്ലെങ്കിൽ പ്രൊഫൈല് പല സീനിയേഴ്സിന്റെ കയ്യിലുണ്ട്, ആ പ്രൊഫൈൽ ഒന്ന് വാങ്ങിച്ച് പഠിക്കുക. അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇടുക, ഒന്ന് പഠിക്കുക. അപ്പൊ ആദ്യം പഠിക്കേണ്ടത് കമ്പനിയുടെ പ്രൊഫൈലാണ്. പബ്ലിക്കിനോട് സംസാരിക്കുന്ന സമയത്ത് കമ്പനിയുടെ പ്രൊഫൈല് പറയണം, ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി വന്ന കമ്പനിയല്ല, ഇത്ര അവാർഡുകൾ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്, 100% ലീഗലാണ് എന്ന കാര്യം വരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അത് പഠിക്കുക. രണ്ടാമത് പഠിക്കേണ്ട കാര്യങ്ങൾ ഇതിന്റെ മനോഹരമായ പ്രൊഡക്റ്റ് ആണ്. നിയോഡൈം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ, ആ മാഗ്നറ്റ് തെറാപ്പി, ഇതിന്റെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയാൽ മാത്രം പോരാ. കാരണം ഇപ്പൊ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തലാണ്. ഇത് മാട്രസ് ആണ്, ഇത് പില്ലോ പാഡ് ആണ്, ഇത് റിസ്റ്റ് ബാൻഡ് ആണ്, ഇത് വാട്ടർ എനർജി പാഡ് ആണ്, ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾ എല്ലാ രോഗവും മാറും, ഇതാണ് പറയുന്നത്. അതല്ല, അത് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ആ ഗുണങ്ങൾ കിട്ടുന്നത്. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ആരോഗ്യമുള്ള പുതിയ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കറക്റ്റ് ചെയ്യുന്നത്? ഇതൊന്നും ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിന് വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു വീഡിയോ കണ്ടല്ല, ആ വീഡിയോ 1-2 പ്രാവശ്യം കാണുക. ഒരു 65 മിനിറ്റ് വരുന്ന വീഡിയോ ആണ്. ആ വീഡിയോ 1-2 പ്രാവശ്യം നിങ്ങൾ കാണുക, കേൾക്കുക. അതിൽ നിങ്ങൾ പോയിന്റ്സ് തയ്യാറാക്കുക. ഇത്രയും ചെയ്താൽ മതി. വളരെ ഈസിയാണ് കാര്യം. അങ്ങനെയാണ് ഞാനിത് പഠിച്ചത്. ഇന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ഓർമ്മകൾ വീണ്ടും ഉണർന്നു വന്നു. പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ 2 പോയി പഠിച്ച് സാറേ 65 സെക്കൻഡ് അല്ലേ? 65 അല്ലല്ല, 65 മിനിറ്റ് ഉണ്ട് ആ വീഡിയോ. അപ്പൊ 1 മണിക്കൂർ. 1 മണിക്കൂർ കൂടുതലായില്ല സാറേ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? ചർച്ചകൾ ചെയ്താൽ സാറേ, ചർച്ചയിൽ നിങ്ങൾ വന്നാൽ ഞാനും ചർച്ച ചെയ്യും. അപ്പൊ ഇന്നത്തെ കാര്യം അവതാളത്തിലാവും. എനിക്ക് ചർച്ച ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ മുന്നോട്ട് പോയിക്കോട്ടെ സാറേ, മുന്നോട്ട് പോയിക്കോട്ടെ. ഓക്കെ. അപ്പൊ ആ കാര്യങ്ങൾ മാഗ്നറ്റ് തെറാപ്പിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക. മാഗ്നറ്റ് തെറാപ്പിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക കേട്ടാ. ഓക്കെ. അതിനുവേണ്ടിയുള്ള എത്രയോ ക്ലാസ്സുകൾ നടന്നെന്നറിയാമോ? ഞാൻ ആ കാര്യത്തിൽ വിദഗ്ധരാണ്. അപ്പൊ ആര് പറയുന്നതിനേക്കാളും മനോഹരമായിട്ട് മാഗ്നറ്റ് തെറാപ്പിയെ സംബന്ധിച്ച് എനിക്ക് പറയാൻ സാധിക്കുന്നുള്ള നല്ല ധൈര്യം എനിക്കുണ്ട്. അതുകൊണ്ട് പ്രൊഫൈലും അതെ, നന്നായിട്ട് പറയാൻ സാധിക്കുന്നുള്ള നല്ല വിചാരം. എന്റെ ആയുധങ്ങൾക്ക് നല്ല മൂർച്ചയാണ്. അതുകൊണ്ടല്ലേ യുദ്ധത്തിലും ജയിച്ചുകൊണ്ടിരിക്കണത്. മൂന്നാമത്തെ പി ഏതാണ്? മൂന്നാമത്തെ പി നമ്മളെ മനോഹരമായ ഇൻകം പ്ലാനാണ്. അപ്പൊ ഈ പ്ലാൻ ഒന്ന് പഠിക്കണം. പ്ലാൻ വളരെ ഈസി അല്ലേ? കാരണം 2 ഓർഗനൈസേഷൻ മുന്നോട്ട് പോണേന് അല്ലേ? അങ്ങനെ പറഞ്ഞാൽ മതി. 2 ഓർഗനൈസേഷൻ നമ്മുടെ കൈ കാണിക്കുക. കണ്ടോ, ഈ കൈ പോലെ തന്നെ നമ്മൾ 2 ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകണേന് ആദ്യം നമ്മളെ സർക്കിളിൽ നിന്ന് സർക്കിളിലുള്ള മെമ്പേഴ്സിനോട് നമ്മളിത് പറയുന്നത്. നമ്മൾ 200 പേര് ലിസ്റ്റ് ഇടുന്നുണ്ട്. ആ 200 പേരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പല മെമ്പേഴ്സും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അത് നമ്മൾ വരുമാനത്തിന് മുൻതൂക്കം കൊടുത്താണ് പറയേണ്ടത്. ആരോഗ്യത്തിന് അതിൽ മുൻതൂക്കം കൊടുത്തല്ല പറയേണ്ടത്. എല്ലാവർക്കും ആവശ്യം വരുമാനമാണ്. ഈ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും. ഈ ഇൻകം പ്ലാനിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഉൽപ്പന്നങ്ങളുണ്ട്. അത് വ്യത്യസ്തമായ 4 ഉൽപ്പന്നങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടുത്തുക. 5 ഉൽപ്പന്നങ്ങളുണ്ട്. മാഗ്നറ്റ് ഷൂ ഉണ്ട്. അതൊന്നും നമ്മൾ പരിചയപ്പെടുത്തുക. അപ്പൊ പ്ലാൻ പറയുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റ് പറയേണ്ടി വരും. ഈ പ്ലാനും പ്രൊഡക്റ്റും പറയുന്ന സമയത്ത് നിലനിൽക്കുന്ന കമ്പനിയാണ് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഈ 5P പഠിക്കണമെന്ന് പറയുന്നത്. അതിൽ 3ാമത്തെ P ആയ പ്ലാന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുക. ഇവിടെ റഫറൽ ബോണസ് ഉണ്ട്. ഇന്ത്യയിലുള്ള ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് റഫറൽ ബോണസ് തരുന്നില്ല. നമ്മുടെ ID നമ്പറിൽ നമ്മുടെ സർക്കിളിൽ നിന്ന് ഒരു വ്യക്തിനെ നമ്മൾ റഫറൽ ചെയ്യുമ്പോൾ നമുക്ക് റഫറൽ ബോണസ് തരുന്നുണ്ട്. അത് PVയിലാണ് നമ്മളുടെ ബിസിനസ് വരുന്നത്. 13 PV മുതലുള്ള ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാം. ഒരു 4,800 വരുന്നുള്ളു. ഏത് പാക്കേജ് എടുത്തിട്ടുണ്ടെങ്കിലും എല്ലാ വരുമാനങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. 13 PVയുടെ റഫറൽ ബോണസ് 525 രൂപ, 25 PVക്ക് 1,050 രൂപ, 50 PVക്ക് 2,020 രൂപ, 100 PVക്ക് 4,040 രൂപ, 200 PVക്ക് 880 രൂപ, 300 PVക്ക് 12,100 രൂപ. ഇതൊക്കെ ഒരു നോട്ട് നോക്കി പറയണ്ട. ഇതിങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾ പറഞ്ഞേക്കണം. നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ഈസി ആയിട്ട് പറയണം. ഒരു ബലപ്പെടുത്തും ഇല്ലാണ്ട് ഈസി ആയിട്ട് പറയുമ്പോഴാണ് അത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറുന്നത്. അപ്പൊ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങും, കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ ആ രീതിയിൽ ആ കാര്യങ്ങളൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അത് നമുക്ക് റഫറൽ ബോണസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു വെൽക്കം ബോണസ് കമ്പനി തരുന്നുണ്ട്. ഒരു ക്രൈറ്റീരിയ ഉണ്ട്. 150 PV കംപ്ലീറ്റ് ചെയ്യുക.
നമ്മൾ 2 ഓർഗനൈസേഷനിലൂടെ ഒരു ഓർഗനൈസേഷനിൽ 100 PV, മറ്റേ ഓർഗനൈസേഷനിൽ 50 PV വരുമ്പോൾ നമ്മളെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് 6500 രൂപ കമ്പനി വരുമാനം തരുന്നുണ്ട്. ഈ 6500 രൂപ വരുമാനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ടൊന്നും ചെയ്യേണ്ട. നമ്മൾ ടീമിൽ വന്നിരിക്കുന്ന മെമ്പേഴ്സിനെ കൊണ്ട് ഇത് തന്നെ ചെയ്യിക്കുക. ആകെ ഈ ബയോടൂറിൽ ഒരേ ഒരു ജോലി മാത്രമേ എല്ലാവരും ചെയ്യുന്നുള്ളൂ. പുതുതായിട്ട് ടീമിലേക്ക് കടന്നു വരുന്ന മെമ്പേഴ്സിനെ കൊണ്ട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യും. അല്ലാണ്ട് രണ്ടാമതൊരു ജോലിയില്ല, ഒരൊറ്റ ജോലി മാത്രമേ ഉള്ളൂ. പുതുതായിട്ട് ഈ ബയോടൂറിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെ കൊണ്ട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യിക്കുക. ഇപ്പൊ മനോജ് സാർ ആണെങ്കിലും ഞാനാണെങ്കിലും വിനോദ് സാർ ആണെങ്കിലും സുരേഷ് സാർ ആണെങ്കിലും ബിന്നി സാർ ആണെങ്കിലും എല്ലാവരും ചെയ്യുന്ന ജോലി ഒന്നാണ്. നിങ്ങളും ചെയ്യുന്ന ജോലി എന്താണ്? പുതുതായിട്ട് നമ്മളെ ടീമിലേക്ക് കടന്നു വന്ന മെമ്പേഴ്സിനെ കൊണ്ട് 6500 രൂപ വെൽക്കം ബോണസ് വിൻ ചെയ്യും. ഈ ഒറ്റ ജോലി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ടീമിൽ വന്ന 2 പേരും 6500 രൂപ വെൽക്കം ബോണസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം 10200 രൂപ. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 100 PV മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫാമിലി ബോണസ് കിട്ടുന്നുണ്ട്. 5940 രൂപ ഫാമിലി ബോണസ് ഉണ്ട്. 880 രൂപ അവയർനെസ് ബോണസ് ഉണ്ട്. 6820 രൂപ കിട്ടുന്നുണ്ട്. 50 PV മാച്ച് ചെയ്യുമ്പോൾ 3410 രൂപ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന വരുമാനം ഏതാണ്ട് 10200 രൂപയാണ്. അപ്പൊ നമ്മുടെ ടീമിൽ എത്ര മെമ്പേഴ്സായി? 4 മെമ്പേഴ്സായി അല്ലെ? പുതിയ 4 മെമ്പേഴ്സായി. പിന്നെ ചെയ്യേണ്ട ജോലി ഈ പുതിയ 4 മെമ്പേഴ്സിനെ കൊണ്ട് വെൽക്കം ബോണസ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ടീമിൽ 4 പേർക്ക് 6500 രൂപ വരുമാനം കിട്ടി, 2 പേർക്ക് 10200 രൂപ വരുമാനം കിട്ടി. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 20400 രൂപയാണ്. അപ്പൊ മാൻപവർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീനിയർ കാര്യത്തിൽ വരുമാനം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ദിവസം 2 സൈക്ലിംഗ് ഉണ്ട്. ആ ഒരു ദിവസം 2 സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സൈക്ലിങ്ങിൽ കിട്ടുന്ന വരുമാനം 14740 രൂപയാണ്. നമുക്ക് ഒരു സൈക്ലിങ്ങിൽ കിട്ടുന്ന വരുമാനം അതൊന്ന് കാണാതെ പഠിച്ചു പറയണം നിങ്ങൾ. ഒരു ദിവസം കിട്ടുന്ന വരുമാനം 14740 രൂപ. കാരണം 5940 രൂപ ഫാമിലി ബോണസ്, 8800 രൂപ അവയർനെസ് ബോണസ്. മാക്സിമം നമുക്ക് കിട്ടുന്നത് എത്ര കിട്ടുന്നത്? അവയർനെസ് ബോണസ് 1000 PVക്ക് 8800 രൂപ. അപ്പൊ ഒരു സൈക്കിളിൽ നമുക്ക് മാക്സിമം കിട്ടുന്ന വരുമാനം 14740 രൂപ. ഒരു ദിവസം 2 സൈക്ലിംഗ് ഉണ്ട്. 14740 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 29480 രൂപ ാണ് ഒരു ദിവസം നമുക്ക് മാക്സിമം കിട്ടുന്ന മദർ ഇൻകം. ഒരു മാസം മാക്സിമം കിട്ടുന്ന വരുമാനം 29480 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ 8,54,400 രൂപ വരെ നമുക്ക് വരുമാനം കിട്ടാനുള്ള അവസരമുണ്ട്. ചെറിയ വരുമാനമല്ല. ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം ഒരു 50,000 രൂപ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വരുമാനമാണ്. പക്ഷെ പറയുക അവസരം, കമ്പനി തരുന്ന അവസരം, മദർ ഇൻകത്തിൽ 8,84,000 രൂപ ഒരു മാസം നമുക്ക് വരുമാനമുണ്ട്. 10% കിട്ടിയാൽ പോലും നമ്മൾ തൃപ്തരാണ്. ഒരു 80,000 രൂപ നമുക്ക് 10% കിട്ടിയാൽ പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു വർഷം കമ്പനി തരാന്ന് പറയുന്ന വരുമാനം 8,84,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 1,06,12,800 രൂപ. ഈ റെക്കോർഡാണ് മനോജ് സാറ് 10 മാസം കൊണ്ട് 1 കോടി രൂപ വരുമാനം വാങ്ങിച്ച് ബ്രേക്ക് ചെയ്തത്. അപ്പൊ അതിനുള്ള അവസരം നമ്മുടെ കയ്യിലുണ്ട്. ഇനി 1,06,12,800 രൂപ കമ്പനി തരാന്ന് പറയുന്നുണ്ട്. അതിന് 10% കിട്ടിയാൽ പോലും നമുക്ക് കിട്ടുന്ന വരുമാനം 10 ലക്ഷം രൂപ ഉണ്ടാവും. അപ്പോഴും മാസം 1 ലക്ഷം രൂപ ശരാശരി വരുമാനമുണ്ട്. ഈ 2 ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഒരു 0.25 PVയുടെ ഉൽപ്പന്നം നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, 1,100 രൂപയ്ക്ക് മേലെ വരുന്ന ഒരു ഉൽപ്പന്നം നമ്മൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടീം മെമ്പേഴ്സ് റീപർച്ചേസ് ചെയ്യുന്നതിന്റെ കമ്മീഷൻ കമ്പനി നമുക്ക് തരുന്നുണ്ട്. അത് 0.25 PVക്ക് 570 രൂപയുണ്ട്. ഒരു PVക്ക് 630 രൂപയുണ്ട്. 10 PVക്ക് 6,300 രൂപയുണ്ട്. അപ്പൊ നിങ്ങളുടെ ടീമിൽ ഒരു 10 മെമ്പേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. 2-3 മാസം കൊണ്ട് 10 ജോഡി മെമ്പേഴ്സിനെ തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ 10 ജോഡി മെമ്പേഴ്സ് മാത്രം വന്നാൽ പോലും അവർ ഒരു PVയുടെ ബിസിനസ് ചെയ്താലും നിങ്ങൾക്ക് മദർ ഇൻകം കൂടാതെ റീപർച്ചേസ് ഇൻകം ആയിട്ട് മാസം 6,300 രൂപ വരുമാനം ഉണ്ടാവും. അത് 100 ജോഡിയിലേക്ക് എത്താനായിട്ട് അധികം സമയം വേണ്ട. കാരണം മാൻ പവർ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും സർക്കിളിൽ ഈ 2 പേരെ കൊണ്ടുവരികയാണ്. ആ പുതുതായിട്ട് വരുന്ന ഓരോ മെമ്പേഴ്സിനെ കൊണ്ട് നമ്മൾ 6,500 രൂപ വരുമാനം വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 100 ജോഡിയിലേക്ക് എത്താൻ അധികം സമയം വേണ്ട. ഒരു 5-6 മാസം കൊണ്ട് നിങ്ങളുടെ ടീമിനെ നമുക്ക് ഈ 100 ജോഡിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ 100 ജോഡി വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ PVയുടെ ബിസിനസ് മാത്രം ചെയ്താൽ പോലും നിങ്ങൾക്ക് 100 PV മാച്ച് ചെയ്യുന്നുണ്ട്. ആ 100 PV മാച്ച് ചെയ്യുമ്പോൾ ഒരു PVക്ക് 630 രൂപ പ്രകാരം 100 ജോഡിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 63,000 രൂപ. സുഹൃത്തെ, നിങ്ങൾ എന്റെ കൂടെ ഒന്ന് സഹകരിക്കുക. നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് വിജയിക്കാം. ഒരു ബിസിനസ്സിൽ എന്റെ പാർട്ട്ണറായിട്ടാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങളെ ക്ഷണിക്കുന്ന ഒരു ഉൽപ്പന്നം വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഈശ്വരനാക്കാൻ വേണ്ടിയാണ്, കോടീശ്വരനാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത 1-2 വർഷം കൊണ്ട്
ഇതിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി കൊടുക്കും. 10,000-ങ്ങളുള്ള പണക്കാരനല്ല, ലക്ഷങ്ങളുള്ള പ്രഭുവല്ല, നിങ്ങളെ ഞാൻ കോടീശ്വരനാക്കി തരാം എന്ന് വിളിച്ച സുഹൃത്തെ ആരാ വരാത്തത്? റീപർച്ചേസ് ഇൻകം എന്ന് പറഞ്ഞാല് അതും ഒരു ദിവസം 2 സൈക്കിളിങ്ങിന് കിട്ടുന്നുണ്ട്. ഒരു സൈക്കിളിങ്ങിന് കിട്ടുന്ന വരുമാനം 22,05,000 രൂപയാണ്. ഒരു ദിവസം കിട്ടുന്ന പരമാവധി വരുമാനം 46,10,000 രൂപയാണ്. 365 ദിവസമുള്ള ഒരു വർഷം കൊണ്ട് കിട്ടുന്ന വരുമാനം 160,96,50,000 രൂപയാണ്. സുഹൃത്ത്, ഇതാണ് ഇതിന്റെ പ്ലാൻ. നമുക്ക് ഒരു ദിവസം 2 ദിവസം കൊണ്ടല്ല നമ്മൾ ഈ 161 കോടിയിലേക്ക് എത്തുന്നത്. അതിന് 3-4 വർഷം എടുത്തോട്ടെ. ഇനി വേണ്ട അത്രയൊന്നും നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. 1% എത്തൂല്ലേ? അതിനുള്ള കഴിവ് നമുക്കില്ലേ? നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കിക്കൂടെ? ഈ ഇന്ത്യ മഹാരാജ്യത്ത് 140 കോടി ജനങ്ങളില്ലേ? ഒന്ന് ഫൈറ്റ് ചെയ്താൽ എന്താണ്? അതിന് 1% കിട്ടിയാൽ പോലും സുഹൃത്തെ 1,60,00,000 രൂപ ഉണ്ടാവും. 1 കോടി എന്ന് പറഞ്ഞ മാസം 10 ലക്ഷം രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ്, ഒരു അവസരമാണ്. ആ അവസരത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് വിളിച്ചാൽ സുഹൃത്തെ ആരാ നിങ്ങളുടെ കൂടെ വരാത്തത്? ഇതാണ് ഈ ബോയ്ഡത്തിന്റെ പ്രത്യേകത. ഈ രീതിയിൽ ക്ഷണിക്കണം. അപ്പൊ നിങ്ങൾ പറയും എന്റെ ടീമിൽ ആരും വരുന്നില്ല എന്ന് നിങ്ങൾ പറയൂല. വിളിക്കേണ്ട രീതിയിൽ വിളിക്കണം. അപ്പൊ 5P 1D എത്ര പി പറഞ്ഞു? 3P പറഞ്ഞു. 4ാമത്തെ P പ്രസന്റേഷൻ സ്കില്ലാണ്. എങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് നമ്മളുടെ ആശയം നമുക്ക് കൊടുക്കാൻ സാധിക്കും? ആ P ആണ്. അതിന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ അംഗീകരിക്കുകയും വേണം, അല്ലെ? ഇതാണ് ആ Pയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റുള്ളവരെ സ്നേഹിക്കാൻ അംഗീകരിക്കുക, ബിബി മാഡം പറഞ്ഞതുപോലെ നല്ല രീതിയിൽ പുഞ്ചിരിക്കുക. ഇതൊക്കെയാണ് പ്രസന്റേഷൻ സ്കില്ലിന്റെ ആദ്യ ഭാഗങ്ങൾ. അതൊരു വിഷയമാണ്. ഒരു ദിവസം അതിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ് എടുക്കുക. ആ പ്രസന്റേഷൻ സ്കില്ലുള്ളവരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത്. അപ്പൊ എത്ര P ആയി? 4P അല്ലെ? ഞാൻ 5P പറഞ്ഞത്, 4P. അടുത്ത P എന്താണെന്ന് നിങ്ങളൊന്ന് പറയാമോ? ഞാൻ ഏതാനും സെക്കൻഡുകൾ നിങ്ങൾ തരാം. നിങ്ങൾ പറയണ്ട, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞാൽ ഇല്ല. നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ല, പിന്നെ എങ്ങനെ നിങ്ങളുടെ ടീമിലേക്ക് മെമ്പേഴ്സ് വരുന്നത്? അപ്പൊ നമ്മൾ വിളിക്കേണ്ട രീതിയിൽ വിളിക്കുന്നില്ല. അതുകൊണ്ടാണ് ടീം വരാത്തത്. വിളിക്കേണ്ട രീതിയിൽ വിളിച്ചാൽ എല്ലാവരും നിങ്ങളുടെ കൂടെ വരും. അപ്പൊ 5Pയിലെ 5ാമത്തെ P എന്ന് പറഞ്ഞാല് നമ്മുടെ ബൂസ്റ്റർ പ്ലാനാണ്. നമ്മൾ ബൂസ്റ്റർ ബോണസ് എന്ന് പറഞ്ഞില്ലേ? എന്നാൽ ബൂസ്റ്റർ പ്ലാൻ നമുക്ക് തന്നിട്ടുണ്ട്. 4,800 രൂപയുടെ സ്കീം ഉണ്ട്. അതിൽ 1 ലിറ്റർ അൾട്രാബറി കിട്ടുന്നുണ്ട്, 30 ഗ്രാമിന്റെ മോർ പവർ കിട്ടുന്നുണ്ട്, 6,000 സ്കീം ഉണ്ട്, 5 റിസ്റ്റ് ബാൻഡ് നമുക്ക് കിട്ടുന്നുണ്ട്, 6,200 രൂപ പാക്കേജ് ഉണ്ട്. അതില് നമുക്ക് കിട്ടുന്നത് ടൈലുള്ള ആർട്ടിഫിഷ്യൽ ലെതറിന്റെ 5 റിസ്റ്റ് ബാൻഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതാണ് 5ാമത്തെ P. ആറാമത്തത് D ആണ്. ഡിജിറ്റൽ ആണ്. നമ്മളെ മൊബൈലിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതും കൂടി പഠിക്കണം. ഈ 5Pയും 1Dയും നിങ്ങൾ പഠിച്ച സുഹൃത്തെ നിങ്ങൾ ഈശ്വരനാണ്, കോടീശ്വരനാണ്. ഇതാണ് നമ്മളുടെ ആയുധം. ഈ ആയുധത്തിന് മൂർച്ച വെപ്പിക്കുക. ഇതിന് നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കുക. 5Pയുടെയും 1Dയുടെയും നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കുക. നിങ്ങൾ ഉരുവിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് നിങ്ങളെ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇവിടെ ഈ മീറ്റിംഗിന്റെ ആരംഭഘട്ടം തുടങ്ങി ഇപ്പൊ ഈശ്വരന്റെ കാര്യം പറയുന്നുണ്ട്, അല്ലെ? ദേവി മാഡം ഈശ്വരന്റെ കാര്യം പറഞ്ഞ്, ഷീല മാഡം ഈശ്വരന്റെ കാര്യം പറഞ്ഞ്, ഞാൻ പല സമയങ്ങളിലും ഈശ്വരന്റെ കാര്യം പറഞ്ഞു, അല്ലെ? നിങ്ങൾ 10,000-ങ്ങളുള്ള പണക്കാരനല്ല, അല്ലെ? ലക്ഷങ്ങളുള്ള പ്രഭുവല്ല, നിങ്ങൾ ഈശ്വരനാണ്, ഈശ്വരാധീനമുണ്ട് എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. ആരാണ് ഈശ്വരൻ? അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോകത്തുള്ള 90% ജനങ്ങളും ഈശ്വരൻ വിശ്വസിക്കുന്നുണ്ട്. ISRO ഒരു റോക്കറ്റ് ശൂന്യാകാശത്തിൽ അയക്കണമെങ്കിൽ പോലും ഗണപതി ഹവനം നടത്തിയിട്ടാണ്, നാരങ്ങ വീട്ടിൽ വെച്ചിട്ടാണ് അവര് റോക്കറ്റ് അയക്കുന്നത്. അപ്പൊ ശാസ്ത്രജ്ഞന്മാര് പോലും ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സമുന്നതനായ ഒരു ഡോക്ടറിന്റെ മോളുടെ കല്യാണം നിശ്ചയിക്കുമ്പോൾ ഒരു ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി നാളൊക്കെ തീരുമാനിച്ചിട്ടാണ്, നാളൊക്കെ ഒത്തു നോക്കിയിട്ടാണ് വിവാഹം നിശ്ചയിക്കുന്നത്. അപ്പൊ എല്ലാവരും തന്നെ എത്ര അറിവുള്ളൊരു വ്യക്തിയാണെങ്കിലും അവർ ഈശ്വരൻ, അല്ലെ? നമ്മൾ കാണാത്ത ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ട്. കാണുന്ന ഈവായിട്ടോടും വിശ്വസിക്കുന്ന പ്രയാസം. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ കാണാത്ത ഈശ്വരനെ വിശ്വസിക്കുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ കാണുന്ന ഈവായിട്ടോട് വിശ്വസിച്ചുകൂടാ? ഇവിടെ കണ്ണുകൊണ്ട് കാണാനോ തൊട്ട് നോക്കാനോ നമുക്ക്. അപ്പൊ ലോകത്ത് 90% ആൾക്കാരെ ഈശ്വര വിശ്വാസമുള്ള ആളുകളാണ്. ആരാണ് ഈശ്വരൻ? ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചോദ്യം തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ സ്വയം ഉത്തരം പറയാം. ആരും ഇവിടെ പറയണ്ട. ആരാണ് ഈശ്വരൻ എന്ന് പറഞ്ഞേ? സമയം. ഈ തമ്പി സാറിനെ കൊണ്ട് ഞാൻ തോറ്റി.
എന്തൊരു കഷ്ടം നോക്കിയേ. ഞാൻ മറ്റുള്ളവരെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ നോക്കിയല്ലേ. അവര് തോറ്റെന്ന് പറയുമ്പോൾ എനിക്ക് ആരംഭിക്കാൻ പറ്റും. എന്റെ ടീമിൽ ഒരു സർവകലാ വല്ലഭനുണ്ട്. ആ സർവകലാ വല്ലഭന്റെ പേര് തമ്പി സാർ എന്നാണ്. ഈ സാമ്രാജ്യ തമ്പി സാറും ബാബു സാറ് അതേപോലുള്ള ലീഡേഴ്സൊക്കെ ആയിരിക്കട്ടെ. ഞാനിവിടെ തുറന്ന് KBC തുറന്നു പറയുന്നേ. ഓക്കെ, സമയമാണ് ഈശ്വരൻ. കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞ ശക്തി എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും സമ്പന്നന്മാരാകണ്ടേ. ദരിദ്രന്മാർ ഈ രാജ്യത്ത് പാടില്ല. എന്തുകൊണ്ട് സമ്പന്നരുണ്ടായി? എന്തുകൊണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികളുണ്ടായി? എന്തുകൊണ്ട് ആരോഗ്യമുള്ള വ്യക്തികളായി? എന്തുകൊണ്ട് കുറെ പേര് രോഗികളായി? എന്തുകൊണ്ട് കുറെ പേര് പണ്ഡിതന്മാരായി? എന്തുകൊണ്ട് കുറെ പേര് മണ്ടന്മാരായി? എന്റെ ചോദ്യം ഇതാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞൊരു ശക്തി ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ സമ്പന്നന്മാര് മാത്രം ഉണ്ടാവുള്ളൂ, പണ്ഡിതന്മാര് മാത്രം ഉണ്ടാവുള്ളൂ, അല്ലെ? മണ്ടന്മാരുണ്ടാവില്ല. ആരോഗ്യവന്മാരെ മാത്രം ഉണ്ടാവുള്ളൂ, രോഗികൾ ഉണ്ടാവില്ല. അപ്പൊ ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ട് എങ്കിൽ ആ ഈശ്വരൻ എല്ലാവർക്കും തുല്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം. ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ട്. ആ ഈശ്വരൻ തുല്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് തന്നിട്ടുണ്ട്. അത് സമയമാണ് സുഹൃത്തുക്കളെ. സമയം എല്ലാവർക്കും 24 മണിക്കൂർ തന്നിട്ടുണ്ട്. ആ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന ആൾക്കാരാണ് പണ്ഡിതന്മാരായിട്ട് മാറിയത്. ആ സമയം പ്രയോജനപ്പെടുത്താത്ത ആൾക്കാരാണ് മണ്ടന്മാരായിട്ട് മാറിയത്. ആ സമയം പരമാവധി അവർക്ക് വേണ്ടി വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയ ആൾക്കാരാണ് സമ്പന്നന്മാരായിട്ട് മാറിയത്. 6 മണിക്കൂറിന് പകരം 12 മണിക്കൂർ കിടന്നുറങ്ങിയ അലസന്മാരാണ് ദരിദ്രന്മാരായിട്ട് മാറിയത്, അല്ലെ? ശരീരത്തിന് വ്യായാമം വേണം, ശരീരത്തിന് നല്ല ആഹാരം വേണം, ശരീരം എങ്ങനെ സംരക്ഷിക്കണം എന്ന് മനസ്സിലാക്കിയ ആൾക്കാരാണ്, അതിനുവേണ്ടി സമയം ചെലവാക്കിയ ആൾക്കാരാണ് ആരോഗ്യവാന്മാരായിട്ട് മാറിയത്. അതിനുവേണ്ടി സമയം ചെലവാക്കാതെ 12 മണിക്കൂർ അല്ലെ, രാത്രി 10 മണി തുടങ്ങി രാവിലെ 10 മണി വരെ കിടന്നുറങ്ങി ഉച്ചക്ക് ഊണ് കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങിയ ആൾക്കാരാണ് രോഗികളായിട്ട് മാറിയത്. അപ്പൊ ഈശ്വരൻ എല്ലാവർക്കും തുല്യമായിട്ട് ഒന്നു സമയം. ആ സമയത്തെ പ്രയോജനപ്പെടുത്താനായിട്ട് ആർക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ അവർക്കേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അവരാണ് പണ്ഡിതന്മാരായിട്ട് മാറിയത്, അവരാണ് സമ്പന്നന്മാരായിട്ട് മാറിയത്, അവരാണ് ആരോഗ്യവാന്മാരായിട്ട് മാറിയത്, അവരാണ് ജനം ആരാധിക്കുന്ന ആരാധ്യ പുരുഷന്മാരായിട്ട് സെലിബ്രേറ്റ് ആയിട്ട് മാറിയത്. സമയമാണ് ഈശ്വരൻ. സുഹൃത്തുക്കളെ, സമയമാണ് ഈശ്വരൻ. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പുതുതായിട്ട് ഞാൻ വന്നത്. ഇനിയുള്ള ഓരോ മീറ്റിങ്ങിലും പുതുമ ഉണ്ടാവട്ടെ. നിങ്ങൾ ചിന്തിക്കാത്ത, നിങ്ങളെ ചിന്തയെ ത്രസിപ്പിക്കുന്ന പുതിയ കാര്യങ്ങൾ ഓരോ മീറ്റിങ്ങിൽ ഉണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾ വ്യാഴാഴ്ച ദിവസം രാവിലെ 6 മണിക്ക് പങ്കെടുക്കും. നിങ്ങളുടെ ജീവിതം മാറ്റിയിരിക്കും. ഓക്കെ, അപ്പൊ സമയമാണ് ഈശ്വരൻ. ആ സമയത്തെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന ആളാണ് സമ്പന്നനായിട്ട് മാറുന്നത്. അപ്പൊ ടൈം ലിവറേജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഒരു ദിവസം നമുക്ക് എത്ര മണിക്കൂർ പ്രവർത്തിക്കാൻ പറ്റും? കൂടി ഒന്ന് 10 മണിക്കൂർ, അല്ലെ? ഞാൻ ഈ വൈകിട്ട് വേണ്ടി ഞാൻ 5-6 മണിക്കൂർ മാത്രമേ ഉറങ്ങുന്നുള്ളൂ. ബാക്കിയുള്ള സമയം വേണ്ടി പഠിക്കാൻ വേണ്ടി ചെലവാക്കുന്നുണ്ട്. ഇതേ കാര്യം ഫീൽഡിൽ ഇറങ്ങി പറയാൻ വേണ്ടി ചെലവാക്കുന്നുണ്ട്. ഇവിടെ ആദ്യം ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഈ വൈകിട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം പഠിക്കുക, പറയുക. അതാ ചെയ്യുന്നത്. ഒരു 1 ലക്ഷം രൂപ വരുമാനം കിട്ടുന്നത് വരെ നമ്മളെല്ലാവരും ചെയ്യുന്നത് പഠിക്കുക, പറയുക എന്നുള്ള ഒറ്റ ജോലിയാണ്. പക്ഷെ 10 ലക്ഷം രൂപ വരുമാനം കിട്ടിയാലും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അതാണ്. ഓരോ റാങ്കുകൾക്കും വ്യത്യാസമുണ്ട്. 1 ലക്ഷം രൂപ വരുമാനം കിട്ടുന്നത് വരെ പഠിക്കുക, പറയുക. 1 ലക്ഷം രൂപക്ക് മേലെ വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പഠിക്കുക, പഠിപ്പിക്കുക. ഇപ്പൊ ലീഡേഴ്സ് മീറ്റിംഗിൽ പ്രാധാന്യമുണ്ട്, അതാത് റാങ്കുകളുടെ മീറ്റിങ്ങുകൾ പ്രാധാന്യമുണ്ട്. ഇവിടെ പ്രാധാന്യം ആളുകൾക്ക് തോന്നാത്തത് ഒരേ കാര്യങ്ങൾ മാത്രം പറയുന്നതുകൊണ്ടാണ്. അതല്ല മീറ്റിംഗ്. ആ ഓരോ കാര്യങ്ങൾ പറയുന്നതല്ല മീറ്റിംഗ്, വ്യത്യസ്തമാണ്. ഇത് ഞാൻ ആരംഭിക്കുകയും ഞാൻ ഈ മാസം തുടങ്ങി വ്യത്യസ്തമായ റാങ്കുകളുടെ മീറ്റിംഗ് ആരംഭിക്കുകയും. കാരണം ഓരോ കോഴ്സിനും ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. അപ്പൊ 1 ലക്ഷം രൂപ മേലെ വരുമാനം വാങ്ങിച്ച ആൾക്കാർ പഠിക്കുക, അവരുടെ ടീം മെമ്പേഴ്സിനെ പഠിപ്പിക്കുക. ഞാൻ ഈ ചെയ്യുന്ന ജോലി എങ്കിലും ടീം ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പൊ ഒരു വ്യക്തിക്ക് ഒരു ദിവസം 10 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, അത്ര കിട്ടുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഈ ബഡ്രത്തിൽ വരുന്ന ഒരു വ്യക്തിയുടെ ടൈം ലിവറേജ് എടുത്തു നോക്കിയേ. തുടക്കക്കാരൻ 4 മണിക്കൂർ പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് കണക്കൂട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടി 10 മണിക്കൂർ പറയാം. തുടക്കക്കാരൻ 10 മണിക്കൂർ പ്രവർത്തിക്കുന്നു, അവന്റെ സർക്കിളിൽ നിന്ന് 2 പേരെ കണ്ടെത്തുന്നു, ആ 2 പേരും 10 മണിക്കൂർ പ്രവർത്തിക്കുന്നു, അവന്റെ ടൈം ലിവറേജ് 30 മണിക്കൂറായില്ലേ? ആ 2 പേരുടെ 40 പേര് വരുന്നു, 7 പേരെ ടീമിൽ, അവന്റെ ടൈം ലിവറേജ് എത്രയായി? 70 മണിക്കൂറായി. ഈ 4 പേരിലൂടെ വീണ്ടും വരുന്നത് 8 പേരാണ്. ടീമിൽ 15 മെമ്പേഴ്സായി. അവന്റെ ടൈം ലിവറേജ് 150 മണിക്കൂറാണ്.
സുഹൃത്തുക്കളെ, എന്റെ ടീമിൽ ഇന്ന് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു 100 മെമ്പേഴ്സ് മിനിമം ഉണ്ട്. തമ്പി സാറിനെ പോലെ, ബാബു സാറിനെ പോലെ, പോളേട്ടനെ പോലെ, ഷാജി സാറിനെ പോലെ, ഓമന മേഡത്തിനെ പോലെ ഒക്കെ പ്രവർത്തിക്കുന്ന ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു 100 പേരുണ്ട്. അവർ ഫുൾ ടൈമേഴ്സ് ആണ്. പലർക്കും കാറുണ്ട്, വാഹനങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നത്. എനിക്ക് കിട്ടുന്ന ടൈം ലിവറേജ് മിനിമം 1000 മണിക്കൂറാണ്. ഞാൻ 10 മണിക്കൂർ മാത്രം പ്രവർത്തിക്കുന്നുള്ളൂ. എനിക്ക് കിട്ടുന്ന ടൈം ലിവറേജ് 1000 മണിക്കൂറാണ്. ബെന്നി സാറിന് കിട്ടുന്ന ടൈം ലിവറേജ് 10000 മണിക്കൂറാണ്. മനോജ് സാറിന് കിട്ടുന്ന ടൈം ലിവറേജ് ഒരു ദിവസം 1,00,000 മണിക്കൂറാണ്. സുഹൃത്തുക്കളെ, ഒരു ദിവസം 1,00,000 മണിക്കൂർ ഈ രാജ്യത്ത് വേറെ ആർക്ക് കിട്ടുന്നുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സമയം ഈശ്വരനാണെങ്കിൽ ആ ഈശ്വരൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ ബയോട്ടോറിയത്തിലുള്ളവരാണ്. അതാണ് ഈ ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത. സമയം ഈശ്വരനാണെങ്കിൽ ആ ഈശ്വരൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്നത് ഈ ബയോട്ടോറിയത്തിലുള്ള മെമ്പേഴ്സാണ്. ടീം നിങ്ങൾ ഫോം ചെയ്യും. ആ ടീമിനെ ചലിപ്പിക്കാനുള്ള അറിവുകൾ അവർക്ക് കൊടുക്ക്. അവരുടെ മനോഭാവം മാറ്റി. എന്താണ് മനോഭാവം? അതൊരു ക്ലാസ്സാണ്. അടുത്ത ദിവസം ഉണ്ടാവും. ഞാൻ എന്റെ ടീമിൽ അടുത്ത തിങ്കളാഴ്ച വൈകിട്ട് 7:30 മണിക്ക് ആ ക്ലാസ് എടുക്കുന്നുണ്ട്. കാരണം എന്റെ ടീമിലുള്ള മെമ്പേഴ്സിന്റെ മനോഭാവം മാറ്റിയാൽ മാത്രമേ, കാരണം ഇതുവരെയുള്ള മനോഭാവം കൊണ്ട് സാധിക്കില്ല. ഒരു പുതിയ മനോഭാവം കൊണ്ട് മാത്രമേ ഈ അത്ഭുതങ്ങൾ സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ടീമിൽ വരുന്ന മെമ്പേഴ്സിന്റെ മനോഭാവം മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സാധിക്കും. ഞാൻ രണ്ടാമത് ഒരു ചോദ്യം ചോദിക്കാൻ, തമ്പി സാർ ഇതിന് മറുപടി പറയരുത്. എന്റെ ടീമിലുള്ള ആരും ഇതിന് മറുപടി പറയരുത്. ഞാൻ ചോദിക്കുന്നത് KBC-കാരോടാണ്. ആരാണ് ഞാൻ? ഞാൻ ഈ ചോദ്യം കഴിഞ്ഞ വ്യാഴാഴ്ച NDOP പ്രോഗ്രാം നടത്തപ്പെട്ടു. 294 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഞാനൊരു മഹത് വ്യക്തിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ പത്മനാഭന്റെ മോനാണെന്നാണ് പറഞ്ഞത്. ശരിയാണ് പറഞ്ഞത്. വേറെ അവിടെ ചോദിച്ചു പറഞ്ഞു ഞാനൊരു ഇന്ത്യയിൽ ഡിക്ലറേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ആ വ്യക്തി പറഞ്ഞത് ശരിയാണ്. പക്ഷെ തമ്പി സാർ അതിന് ഉത്തരം പറഞ്ഞു. ഒരു സർവ്വവിജ്ഞാന കോഴ്സാണ്. തമ്പി സാറാണ് എനിക്ക് ഈ പോയിന്റ്സ് ഒക്കെ എന്നെ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ തമ്പി സാറിന് ഇതേപോലെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ബുദ്ധിമുട്ട്. തമ്പി സാറിന്റെ തലയിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അതൊക്കെ എനിക്ക് പറഞ്ഞു തരും. ഞാൻ അതൊക്കെ പ്രസന്റ് ചെയ്യും. ഈ ദൈവം ആരാണെന്നുള്ള പോയിന്റ് തന്നെ എനിക്ക് തമ്പി സാറാണെന്ന്, ഞാൻ ആരാണെന്നുള്ള പോയിന്റ്സ് തന്നെ എനിക്ക് തമ്പി സാറാണെന്ന്. തമ്പി സാറ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടും. അതിൽ കാമ്പുള്ള മെസ്സേജ് ആണെന്ന് എനിക്കറിയാം. ഞാൻ ആകാംക്ഷയോടെ ആ മെസ്സേജ് തുറന്നു നോക്കും. അതിലെനിക്ക് 1 വർഷം പറയാനുള്ള പോയിന്റ് ഉണ്ടാവും. ഞാൻ ചെയ്യുന്നത് അതാണ്. അപ്പൊ തമ്പി സാറേ എനിക്ക് പോയിന്റ്സ് മുഴുവൻ തന്നെ. അപ്പൊ ഞാൻ ആരാണ്? ഉത്തരം കിട്ടിയല്ലേ? ആരാണ് ഞാൻ? പത്മനാഭന്റെ മോനല്ല, ഇന്ത്യയിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന ആളല്ല, അല്ലെ? മിനിമോളുടെ ഭർത്താവല്ല. ആരാണ് ഞാൻ? ഞാൻ എന്റെ ചിന്തകളാണ് ഞാൻ. ആരാണ് ഞാൻ? മണി 7 ആയല്ല. വ്യത്യസ്തമായ ഒരു മീറ്റിംഗ് നടത്താനുള്ള സമയമില്ല. എങ്കിലും നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഇത്തിരി തരണമാണ് ഞാൻ എടുത്തോട്ടെ. ഓക്കെ, ഞാൻ എന്റെ ചിന്തകളാണ്. നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ ഈ ബയോട്ടോറിയം നടക്ക്. നിങ്ങൾ ഈ ബയോട്ടോറിയത്തിൽ ഉണ്ടായാൽ പോരാ, നിങ്ങളിൽ ഈ ബയോട്ടോറിയം ഉണ്ടാവും. നിങ്ങളുടെ ചിന്തകളിൽ ഈ ബയോട്ടോറിയം ഉണ്ടാവും. നിങ്ങളുടെ ചിന്തകളിൽ ഈ ബയോട്ടോറിയം ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ഈ ബയോട്ടോറിയത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചേ, എങ്ങനെ എനിക്ക് മനോഹരമായ ഒരു ടീം ഫോം ചെയ്യാൻ സാധിക്കും? നിങ്ങൾ ചിന്തിക്ക്. നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ചിന്തിക്ക്. ഒരു 100 മെമ്പേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു NDOP പ്രോഗ്രാം നിങ്ങൾ സീനിയറായിട്ട് നിങ്ങൾ നടത്തുന്നു, അല്ലെ? അതിന്റെ മെയിൻ സ്പീക്കർ നിങ്ങൾ തന്നെയാണ്. ഗസ്റ്റ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. മനോജ് സാർ ഉൾപ്പെടെയുള്ള സീനിയേഴ്സ് എല്ലാവരും ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചേ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി കണക്ട് ചെയ്യും. 100 ലീഡേഴ്സിന് മനോഹരമായ ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് നടത്താൻ പറ്റും. നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നിങ്ങൾ കൂട്ടത്തിൽ പഠനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ആരെങ്കിലും ഒരു NDOP പ്രോഗ്രാം വിളിക്കും. അതിൽ നിങ്ങൾ 3-4 പേരെ കൊണ്ട് നിങ്ങൾ ചെല്ലും. ആ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വരികയും ചെയ്യും. എത്ര മാസമായി ഇത് ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്താൽ മതിയാ? നിങ്ങളുടേതായ ഒരു മീറ്റിംഗ് വേണ്ടേ? നിങ്ങളുടേതായ ഒരു സൂം മീറ്റിംഗ് പ്രോഗ്രാം വേണ്ടേ? നിങ്ങളുടേതായ ഒരു ടീം വേണ്ടേ? നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണ്ടേ? ഒരു മുന്നണി പോരാളിയായിട്ട് നിങ്ങൾ മാറണം. അതിന് നിങ്ങളുടെ ചിന്തകൾ മാറ്റണം. ആരാണ് ഞാൻ? എന്റെ ചിന്തകളാണ് ഞാൻ. നിങ്ങൾ ഈ ബയോട്ടോറിയത്തിൽ ഉണ്ടായാൽ പോരാ, നിങ്ങളിൽ ഈ ബയോട്ടോറിയം ഉണ്ടാകണം. അപ്പൊ 2 ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടി. ആരാണ് ദൈവം? ആരാണ് ഞാൻ? ഇനി മൂന്നാമത് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഭാഗ്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് സുഹൃത്തുക്കളെ. ഭാഗ്യമുണ്ട്. ഈ ഭാഗ്യം ഈ ബയോട്ടോറിയത്തിലുള്ള മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ഭാഗ്യമില്ല, അല്ലേ? ഇത്രയും പ്രായമുള്ള മനോജ് സാറിന്റെ ഭാഗ്യം അനുഗ്രഹിച്ചില്ലേ? ജഡിപ്പൊക്കം പോലും ഇല്ല. നെപ്പോളിയനെ പോലെയുള്ള നമ്മളെ ബെന്നി സാറിനെ ഭാഗ്യം അനുഗ്രഹിച്ചില്ലേ? നമ്മളെ ഡാനി സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പാടില്ലേ? ഈ ഡാനി സാറിനെ ഭാഗ്യം അനുഗ്രഹിച്ചില്ലേ?
അല്ലെ? എല്ലാവരും ഭാഗ്യം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമല്ലേ? അപ്പൊ ഈ ഭാഗ്യം എന്ന് പറയുന്ന സാധനം എന്താണ്? ഈ ബൈറ്റോറിയംകാരൻ മാത്രം ഇങ്ങനെ ഭാഗ്യം അനുഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് ഭാഗ്യം? നിങ്ങളോട് തന്നെ ചോദിക്കുക. തമ്പി സാർ ഉത്തരം പറയരുത്. തമ്പി സാർ വേണമെങ്കിൽ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞോളൂ. എന്റെ ടീമിൽ ആരും അതിന് മറുപടി പറയരുത്. ABC കാരോട് ഞാൻ ചോദിക്കുന്നത് എന്താണ് ഭാഗ്യം? ഉത്തരം കിട്ടിയ? ഭാഗ്യം എന്ന് പറഞ്ഞാല് കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സമയത്ത് യാദർച്ഛികമായ സംഭവങ്ങളും യാദർച്ഛികമായ ജീവിതത്തിലേക്ക് വരുന്ന ആളുകളും യാദർച്ഛികമായിട്ട് കിട്ടുന്ന ആശയങ്ങളുമാണ് ഭാഗ്യം. അത് ഞാൻ പറഞ്ഞ ഒരു പുതിയ ആശയം ഞാൻ തരാം. അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിച്ചോന്ന് പറഞ്ഞതാണ്. ഇനിയുള്ള മീറ്റിങ്ങുകളെല്ലാം തന്നെ ഈ രീതിയിലുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. അവിടെ ഒരു വിഷയം, എനിക്ക് വിഷയമൊന്നും തരണ്ട. ഈ രീതിയിലുള്ള മീറ്റിംഗ് ആയിരിക്കും. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാലും നിങ്ങൾ പ്രയോജനപ്പെട്ടെന്ന് പറയാ. അല്ല ഇനി ഈ ബൈറ്റോറിയം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഞാനത് പറയാം. അപ്പൊ ഭാഗ്യം എന്താണ്? ഭാഗ്യം യാദർച്ഛികമായ സംഭവങ്ങളും യാദർച്ഛികമായ ജീവിതത്തിലേക്ക് വരുന്ന ആളുകളും യാദർച്ഛികമായിട്ട് കിട്ടുന്ന ആശയങ്ങളുമാണ് ഭാഗ്യം. നിങ്ങൾക്ക് യാദർച്ഛികമായിട്ടല്ല ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത്. ഇതാണ് ഭാഗ്യം. നിങ്ങൾ ഭാഗ്യവാനായതുകൊണ്ടാണ് ഈ ബൈറ്റോറിയം നിങ്ങളെ തേടി വന്നത്. കോടിക്കണക്കിന് മെമ്പേഴ്സ് ഈ ബൈറ്റോറിയം കേട്ടിട്ടില്ല. നിങ്ങൾ ഈ ബൈറ്റോറിയം കേട്ടത് നിങ്ങൾ ഭാഗ്യവാനായതുകൊണ്ടാണ്. അതാണ് ഭാഗ്യം. ഭാഗ്യവാന്മാരുടെ ജീവിതം പ്ലാൻ ചെയ്തതല്ല കേട്ടോ, അങ്ങനെ സംഭവിച്ചതാണ്. മനു സാറിന്റെ ജീവിതം പ്ലാൻ ചെയ്തതാണ്. ബെന്നി സാറിന്റെ ജീവിതം പ്ലാൻ ചെയ്തതാണ്. ഡാനി സാറിന്റെ ജീവിതം പ്ലാൻ ചെയ്താണ്. എന്റെ ജീവിതം പ്ലാൻ ചെയ്താണ്. ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് ഞാൻ പ്രവർത്തിക്കുമെന്നും ഇതേപോലെ സംസാരിക്കുമെന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. എന്റെ മുട്ടുകാലിന് നീര് വന്നതും ഈ ബൈറ്റോറിയത്തിലുള്ള ഒരു വ്യക്തി കൊണ്ടുവന്നിട്ട് എനിക്ക് പ്രൊഡക്റ്റ് തന്നതും എന്റെ മുട്ടുകാലിന് നീർക്കെട്ട് മാറിയതും എല്ലാം ദൈവനിശ്ചയമായിരുന്നു. അന്ന് ഈശ്വരനെ അങ്ങനെ ഒരു അസ്വസ്ഥത എനിക്ക് ഉണ്ടാക്കിയത് ദൈവനിശ്ചയമായിരുന്നിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ബൈറ്റോറിയം മനസ്സിലാക്കാൻ സാധിച്ചതും ഈ ബൈറ്റോറിയത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചതും ഈ ബൈറ്റോറിയത്തിന്റെ സാമ്രാജ്യത്തിന്റെ അധിപനാകാൻ ഞാൻ ശ്രമിക്കുന്നതിന്റെയും കാരണം ആ യാദർച്ഛികമായ സംഭവമാണ്. അപ്പൊ ഭാഗ്യവാന്മാരുടെ ജീവിതം ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല. യാദൃശ്ചികമായി ഈശ്വരനെ എന്നിലേക്ക് എത്തിച്ച ഈ ബിസിനസ് എനിക്കുള്ളതാണ്, ഞാൻ വിജയിക്കും, എനിക്ക് സാധിക്കും എന്ന വിശ്വാസമാണ് ഭാഗ്യം. ഒന്നുകൂടി പറയാ, യാദൃച്ഛികമായി ഈശ്വരനെ എന്നിലേക്ക് എത്തിച്ച ഈ ബിസിനസ് എനിക്കുള്ളതാണ്, ഞാൻ വിജയിക്കും, എനിക്ക് സാധിക്കും എന്ന തീരുമാനമാണ്, എന്ന അടിയുറച്ച വിശ്വാസമാണ് ഭാഗ്യം. സുഹൃത്തെ, അതാണ് ഭാഗ്യം. സുഹൃത്തെ, നിങ്ങൾ എല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഇനി സൈക്കോളജിയിൽ ഭാഗ്യത്തെ സംബന്ധിച്ച് എന്താണ് പറയുന്നത് നോക്കാം. ഓരോ വ്യക്തിയുടെയും സ്വഭാവമാണ് ഭാഗ്യം. സൈക്കോളജി പറയുന്നത് ഓരോ വ്യക്തിയുടെയും സ്വഭാവമാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യവും സമ്പത്തും സന്തോഷവും ലോകത്തിന് ആവശ്യമുള്ളതാണ്, ഒരുപാട് സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവാണ്, എന്ന സ്പാർക്കാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യവും സമ്പത്തും സന്തോഷവും ഈ ലോകത്തിന് ആവശ്യമുള്ളതാണ്, ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, ഒരുപാട് സാധ്യതയുള്ളതാണ് എന്ന തിരിച്ചറിവാണ് സുഹൃത്തുക്കളെ ഭാഗ്യം എന്ന് പറയുന്നത്. ഇവിടെ ഭാഗ്യത്തെ കുറിച്ച് വേറെ പറയുന്നത്, ഈ കപ്പിത്താന് കപ്പലിന്റെ സ്റ്റിയറിംഗ് മാത്രമേ കൺട്രോളുള്ളൂ. അതുകൊണ്ട് കപ്പിത്താന് കടൽ എങ്ങനെയായിരിക്കണം, തിരമാലകൾ എങ്ങനെയായിരിക്കണം, കാറ്റ് എങ്ങനെയായിരിക്കണം, പ്രകൃതി എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവില്ല. അതൊന്നും കപ്പിത്താനെ അനുകൂലമായിട്ട് വരണമെന്നില്ല. കടലിൽ ശോഭിക്കാനുള്ള സാധ്യതയുണ്ട്, കാറ്റ് ശക്തിയായിട്ട് വീശാനുള്ള സാധ്യതയുണ്ട്, അല്ലെ, പ്രകൃതി താണ്ഡവമാടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കപ്പിത്താൻ ഒന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ, കാറ്റിന് അനുകൂലമായിട്ട് പായവിരിക്കുക, ഈ കപ്പലിനെ ലക്ഷ്യത്തിലേക്ക്. അപ്പൊ നമ്മള് ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബസ്സിൽ വെച്ച ഒരു വ്യക്തിനെ നിങ്ങൾ കൂടെ ഇരിക്കുന്ന, നിങ്ങൾ ഒരു 2 മണിക്കൂർ യാത്രയിലാണ്, തൊട്ടടുത്ത് ഒരാൾ വ്യക്തി ഇരിക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ട് ആ വ്യക്തി നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ എന്താണ്, എന്ത് സാധനമാണ് ഈ കയ്യിലുള്ളത്, അല്ലെ? ഈ ബൈറ്റോറിയത്തിൽ നമ്മൾ ജനങ്ങളെ തേടി പോകേണ്ട, ജനങ്ങൾ നമ്മളെ തേടി വരും. നമ്മൾ ജനങ്ങളെ തേടി വരാനുള്ള, ജനങ്ങളെ ആകർഷിക്കുന്ന ഒന്നാണ് ഈ റിസ്റ്റ് ബാൻഡ്. അപ്പൊ നിങ്ങൾ പറയുന്നത് റിസ്റ്റ് ബാൻഡ് ആണ്, കുഴഞ്ഞോട് മരിക്കില്ല, ഞാൻ വീട്ടിലേക്ക് എത്തും എന്ന കാര്യത്തിൽ എന്റെ വീട്ടുകാർക്ക് ഉറപ്പുണ്ട്. ഇന്ന് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന പല മെമ്പേഴ്സും വീട്ടിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. കാരണം വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്, വളരെ മാരകമാണ്, കുഴഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞ് വാക്സിനേഷൻ എടുത്ത് മരിക്കുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു.
അത്രയും മാരകമായ വിഷമാണ് നമ്മളുടെ ഉള്ളിലുള്ളത്. അപ്പൊ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കണം, കൂടുതൽ ഓക്സിജൻ വേണം, ആന്റി റേഡിയേഷൻ വേണം. അതിനുള്ളൊരു ഉൽപ്പന്നമാണ് ഇത് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് ആകാംക്ഷ ഉണ്ടാവും. നിങ്ങൾ പരസ്പരം പരിചയപ്പെടും, പരസ്പരം ഫോൺ നമ്പർ കൈമാറും. അങ്ങനെ യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ നല്ലൊരു ബിസിനസ് പാർട്ണറായിട്ട് മാറും. ആ വ്യക്തി ലക്ഷങ്ങളും കോടികളും വരുമാനം ഉണ്ടാക്കും. നിങ്ങൾക്കും ലക്ഷങ്ങളും കോടികളും വരുമാനം ഉണ്ടാക്കി തരും. ഒരു സ്വർണ്ണ ഖനി അവിടെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ച്. ഈ ബയോടൂറിയത്തിൽ നിങ്ങൾ ഇല്ല എങ്കിൽ ആ ഭാഗ്യം നിങ്ങളെ അടർഷിക്കോ? നിങ്ങൾ ഈ ബയോടൂറിയത്തിൽ ഇല്ലാത്തൊരു വ്യക്തിയാണ്. സഹയാത്രിയെ പരിചയപ്പെട്ട് എന്ത് ഗുണം? അപ്പൊ സുഹൃത്തുക്കളെ, ഭാഗ്യം അനുഗ്രഹിക്കുന്നത് ഈ ബയോടൂറിയംകാരെ മാത്രമാണ്. ഇവിടെ എങ്ങനെ പ്രവർത്തിക്കണം? നമ്മൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഞാനിതിൽ പ്രവർത്തിക്കേണ്ടത്? ഇവിടെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞെങ്കിൽ, ഇവിടെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞെങ്കിൽ, ഒരു മുക്കുവന്റെ കയ്യിൽ വഞ്ചിയുണ്ട്, വലയുണ്ട്, പങ്കായുണ്ട്. ഇത് മൂന്നാണ് അവന്റെ ആയുധം. അവൻ കടലിലേക്ക് പോകുന്നു, വല നിറയെ മീൻ പിടിക്കാൻ വേണ്ടി, വഞ്ചി നിറയെ മീൻ കൊണ്ടുവരാൻ വേണ്ടി അവൻ കടലിലേക്ക് പോണേണ്. വലിയ വലിയ പ്രതീക്ഷകളായിട്ട് പോണേണ്. കടൽ അവന്റെ കൺട്രോളിലല്ല. കടൽ എപ്പോ വേണമെങ്കിലും കരുതുള്ള. കാലാവസ്ഥ അവന്റെ കൺട്രോളിലല്ല. എപ്പോ വേണമെങ്കിലും കോരിച്ചൊരിഞ്ഞ് മഴ പെയ്യാം. കാറ്റ് അവന്റെ കൺട്രോളിലല്ല. എപ്പോ വേണമെങ്കിലും ചുഴലിക്കാറ്റ് വരാം. ഇത് മൂന്നും അവന്റെ കൺട്രോളിലല്ല. കാലാവസ്ഥ താണ്ഡവമാണുള്ള സാധ്യതയുണ്ട്, അവനറിയാം. ഇത് മൂന്നും അവന്റെ കൺട്രോളിലല്ല. മീൻ എവിടെയുണ്ടെന്ന് അവൻ അറിയാൻ പാടില്ല, അതും അവന്റെ കൺട്രോളിലല്ല. പക്ഷെ അവന് ഒന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ, വലയും പങ്കായും വഞ്ചിയുമായിട്ട് കടലിലേക്ക് പോവുക. സുഹൃത്തുക്കളെ, പല ദിവസങ്ങളിലും അവന് മീൻ കിട്ടാറില്ല. ചായക്കാശ് പോലും അവനും കിട്ടില്ല. പക്ഷെ പല ദിവസങ്ങളിലും വല നിറയെ മീൻ കിട്ടും, വഞ്ചി നിറയെ മീൻ കിട്ടും. പ്രകൃതി അവനെ കനിയും. അതാണ് ജോലി, അതാണ് പ്രവർത്തനം. എല്ലാ ദിവസങ്ങളിലും നമുക്ക് ബിസിനസ് കിട്ടൂല. ഒരുപാട് നോ കേൾക്കേണ്ടി വരും, ഒരുപാട് നാണം കെടേണ്ടി വരും. മനസ്സും അടുത്ത് നമ്മൾ തിരിച്ചു പോരും. ഒരു മുക്കുവൻ ചെയ്യുന്നത് പോലെ വീണ്ടും 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 ആവർത്തിച്ച് നമ്മളെ ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രകൃതി നമ്മളെ കനിയും. ഈ സാമ്രാജ്യത്തിന്റെ അധീപനാകാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഒരു ഉൽപ്പന്നം വാങ്ങിക്കാനോ, ഒരു കസ്റ്റമർ ആകാനോ, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകാനോ, ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആകാനോ അല്ല. ആയിരക്കണക്കിന് മെമ്പേഴ്സിന്റെ ലീഡേഴ്സ് ആയിട്ട് നിങ്ങളുടെ ഓരോ വാക്കുകൾക്ക് വേണ്ടി അവർ കാതോർക്കാനും, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാനും, ഒരു ശക്തമായ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാനും, ഒരു ശക്തമായ കോടീശ്വരന്മാരെ സൃഷ്ടിക്കാനും നിങ്ങളുടെ ടീമിൽ ഒരു സമയം വരുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടീശ്വരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് കോടീശ്വരന്മാരുടെ ഒരു അധിപനാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നത്. അടുത്ത വ്യാഴാഴ്ച ഒരു പുതിയ ആശയങ്ങൾക്ക് വേണ്ടി, പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ആയിട്ട് നിങ്ങൾ ഈ മീറ്റിംഗിലേക്ക് വരിക. അടുത്ത മീറ്റിംഗിൽ നിങ്ങൾ അടുത്ത വ്യാഴാഴ്ച 500 മെമ്പേഴ്സിനെ സംഘടിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകുക. ഈ 500 മെമ്പേഴ്സിന്റെ മനോഭാവം ഞാൻ മാറ്റിത്തരാം. ജയ് ബയോടൂറിയം. താങ്ക് യു സോ മച്ച് സർ, ആയിട്ട് പറഞ്ഞു തന്ന് അതിന് ഒത്തിരി നന്ദി. ഇതിന്റെ കൺക്ലൂഷൻ സെക്ഷനിലേക്ക് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മിനി മാഡത്തിനെ വെൽക്കം ചെയ്യുന്നു. ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടുകൂടെ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു ബേബി മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഏതായാലും ഇന്നത്തെ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ എംസ് ചെയ്ത ബി മാഡത്തിനും, അതുപോലെ നല്ലൊരു പ്രെയർ സോങ് നമ്മൾ ആലപിച്ച നമ്മുടെ ഷീല മാഡത്തിനും, അതിലുപരി നമ്മുടെ എന്താണ് പറയണ്ടേ, വിജ്ഞാനത്തിന്റെ കോശമായ നമ്മുടെ MBR വളരെയധികം നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ ഒരു വൈകിയ വേളയിൽ ഒത്തിരി സമയം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ ഒത്തിരി കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല. ഓക്കെ, ഏതായാലും നമുക്ക് സാറ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഒരു LDT പ്രിൻസിപ്പിൾസ്, അതായത് ലേൺ, ഡു, ഡി ഡു, അതുപോലെ ടി എന്ന് പറഞ്ഞാല് ടീച്ച്. നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുക, പഠിപ്പിക്കുക, ചെയ്യുക, പഠിപ്പിക്കുക. അപ്പം ഈ ഒരു കാര്യം ഞാൻ ഓർത്തു പോവുകയാണ് പെട്ടെന്ന്. കാരണം സാർ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചതുകൊണ്ടാണ് ഇത് നമുക്ക് ഷെയർ ചെയ്യാണ്ട് സാധിച്ചത്. അപ്പം നമ്മളും ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മേഖലയിൽ നമ്മളെല്ലാവരും വിജയിക്കാൻ വന്ന വ്യക്തികളാണ് അല്ലെ. ഈ ഒരു സമയത്തും അക്ഷമരായിട്ട് സമയം അതിക്രമിച്ചു എങ്കിൽ പോലും, ആദ്യത്തെ ആൾക്കാർ ഇപ്പോഴും ഇല്ല എങ്കിൽ പോലും കുറെ പേര് എന്താണ് ജീവിതത്തിൽ ജയിക്കണം, എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെ വന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചെയ്തിരിക്കുന്ന മേഖല ഏതും ആയിക്കോട്ടെ, അതിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിജയം നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം എനിക്ക് നിങ്ങളോട് ഒരു കഥ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു ചെറുപ്പക്കാരൻ ഒരു ജോലിയിൽ പ്രവേശിച്ചു, നല്ലൊരു ജോലി കിട്ടി, പ്രവേശിച്ചു. അത് കഴിഞ്ഞൊരു ഏതാനും ദിവസങ്ങൾ, അല്ലാണ്ട് ഒരു മാസം ആയപ്പോഴത്തേനും സിഇയോട് എന്ന് പറയുകയാണ്, ഞാൻ ഈ ജോലി ക്വിറ്റ് ചെയ്യാണ്, എനിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പം
ശരിക്കും സിഒ ഞെട്ടിപ്പോയി. എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ പറയാണ്, എനിക്ക് ഇവിടെ ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ആണ്, എനിക്ക് ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ ഓഫീസിലെ കൊളീഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പ് പറയുന്നു, കുറ്റം പറയുന്നു, പരസ്പരം അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, എനിക്ക് എന്റെ ജോലി തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഒത്തിരി ശല്യം സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് പറയാണ്. ഓക്കെ, അപ്പം സിഇഒ നമ്മുടെ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഞാൻ ഫൈനലായിട്ട് ഞാൻ ഒരു ജോലി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾക്കത് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പൊ ചെറുപ്പക്കാരൻ സന്തോഷപൂർവ്വം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് ഈ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ സിഇഒ എടുത്ത് നമ്മുടെ ഒരു ഗ്ലാസ് തുളുമ്പെ വെള്ളം എടുത്തിട്ട് നമ്മുടെ ചെറുപ്പക്കാരനിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ഒരു ഗ്ലാസ്സിൽ നിന്നും ഒരു തുള്ളി പോലും നിലത്ത് താഴെ വീഴെന്ന് പറഞ്ഞു. ഈ ഓഫീസ് മുഴുവൻ കൊണ്ടു നടന്ന് തിരികെ എന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെറുപ്പക്കാരൻ്റെ വെള്ളം കൊടുക്കുന്നു, വെള്ളം കൊണ്ടുപോയി എല്ലായിടത്തും ഓഫീസ് വഴി എല്ലാം നടന്നു തിരിച്ച് സിഒയുടെ എത്തിയപ്പോഴത്തേക്കും കൊടുത്ത അത്രയും വെള്ളമില്ല, കാരണം വെള്ളം തുമ്പിപ്പോയി. അന്നേരം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അവിടെ എന്റെ ശ്രദ്ധ മാറിപ്പോയി, ഇപ്പോഴും ഓരോരുത്തരെ കുറ്റം അതും ഇതും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്റെ ശ്രദ്ധ മാറിപ്പോയപ്പോൾ വെള്ളം പോയത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സിഇഒ ഗ്ലാസ് തുളുമ്പ് വെള്ളം കൊടുക്കുന്നു. നമ്മുടെ ജോലിക്കാരൻ അത് ഓഫീസ് വഴി എല്ലാം കൊണ്ടുവന്ന് തിരികെ കൊണ്ട് ക്യാബിനിൽ വെച്ചപ്പം ഒറ്റ തുള്ളി പോലും വെള്ളം നിലത്ത് വീണില്ല എന്നുള്ളതാണ്. അപ്പം ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് അവിടെ സിഇഒ ചോദിച്ചു, ഇപ്പൊ എന്താണ് പോകാത്തെ? അപ്പം മറ്റു പലരും പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം പോകാത്ത കാര്യം അത് മാത്രം, എന്റെ ശ്രദ്ധ അതിൽ മാത്രമായിരുന്നു പറഞ്ഞു. പ്രിയമുള്ളവരെ, എനിക്കും എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്കും ഇതേ പറയാനുള്ളൂ. നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മൾ അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ കോൺസെൻട്രേഷൻ നമ്മുടെ ഉള്ളി ബിസിനസ് അല്ലെ. നമുക്കിപ്പോ ഇതിനകത്ത് ചെറുപ്പക്കാരൊന്നുമില്ല, എല്ലാവരും ഏജ്ഡ് ആയിട്ടുള്ള. നമുക്ക് നമ്മുടെ ശ്രദ്ധ പലതിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കാതെ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കോൺസെൻട്രേഷൻ ഒന്നിലേക്ക് മാത്രം കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ അവിടെ അവരത് പറഞ്ഞു, അല്ലെ അങ്ങനെ പല പല ഗോസിപ്പുകൾ കേട്ടു, അല്ലെ അത് കേട്ടു ഇത് കേട്ടു, ഇതിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രദ്ധ കൊടുക്കും. ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പറയുന്നവർ എന്ത് വേണേ പറഞ്ഞോട്ടെ, നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകണം. നമ്മുടെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും, നമുക്ക് ജയിക്കണം, അല്ലെ നമ്മുടെ കൂടെ വന്നവരെ നമുക്ക് രക്ഷപ്പെടുത്തണം. ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെ നമുക്ക് രക്ഷപ്പെടുത്താം. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വരെ നമ്മൾ എന്തൊക്കെയായിരുന്നു അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക, എന്നിട്ടൊരു പുതിയ ആളായിട്ട് ഈ ബൈറ്റോറത്തിലൂടെ വർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഒരു എക്സാമ്പിളോടെ പറയണം, നമുക്ക് ശരിക്കും നമ്മുടെ ബോഡി തന്നെ അതിനൊരു എക്സാമ്പിൾ ആണ്. കാരണം നമുക്കൊരു പെയിൻ വന്നു, അല്ലെ ഒരു ഹെഡേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ടൈഗർ ബാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാം പുരട്ടുമ്പം ശരിക്കും പറഞ്ഞാല് നമ്മൾ പെട്ടെന്ന് വേദന മറക്കുകയാണ്, അല്ലെ. നമുക്ക് വേദന, നമ്മുടെ ഒരു വേദന നമ്മൾ എന്തുകൊണ്ടാണ്? അതായത് ആ ബാം പുരട്ടുമ്പോൾ അതിനേക്കഴിഞ്ഞും വലിയൊരു വേദന അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാണ്. ശരിക്കും ആ ഒരു വേദന, അത് ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് നമ്മുടെ ബോഡിയിൽ കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ആ ഒരു വേദനകളൊക്കെ മറക്കണം. എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും, പുറമേയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പല പല ഡിസ്ട്രാക്ഷൻസ് വരാം, പല ഗോസിപ്പ് വരാം, അവരത് പറയാം, അല്ലെ നമ്മൾ ഓർക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മളെ പറ്റി പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് ഒരു വൈകിയ വേളയിൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനായിട്ടുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം ചെറുതല്ല എന്ന് എല്ലാവരും തിരിച്ചറിയുക. കാരണം നമുക്ക് ഒരു ഇൻഡസ്ട്രി തുടങ്ങാനുള്ള, ഒരു വ്യവസായം തുടങ്ങാനുള്ള ഒരു അവസരമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ ഒരു മസിൽ പോലെയാണ്, ഒരു പേശി പോലെയാണ്. അത് സ്ഥിരമായിട്ട് പെട്ടെന്ന് കിട്ടുന്നതല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് പറയാം, എനിക്ക് ഇങ്ങനെ മാറണം, അല്ലെ എനിക്ക് ചേഞ്ച് വരണം, എനിക്ക് മാറിയേ ഒക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ ആര് കൊണ്ടുവരണം. എത്രയൊക്കെ രാവിലെ എത്ര മോട്ടിവേഷൻ കേട്ടാൽ, അല്ലെ എത്രയൊക്കെ ആരൊക്കെ പറഞ്ഞു തന്നാലും അവനോൻ മാറാനായിട്ട് അവനോനൊരു മനസ്സ് കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. എനിക്കും അത്രേ പറയാനുള്ളൂ. വീണ്ടും ഞാൻ പറയാണ്, ഇന്ന് വരെ നമ്മൾ എന്തായിരുന്നോ അതിനകത്തൊരു മാറ്റം കൊണ്ടുവരണം. അത് പെട്ടെന്ന് പറ്റത്തില്ല. പതിയെ പതിയെ നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യുക. നിരന്തരം പരിശ്രമത്തിലൂടെയും പരിശീലനത്തിലൂടെയും ഒക്കെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് 100% ഞാൻ ഉറപ്പു തരികയാണ്. അങ്ങനെ നമുക്ക് മാറ്റിയാൽ, അതായത് ഒന്ന് ശ്രമിച്ചൂടെ, നമുക്ക് നമ്മുടെ മനസ്സിനെ എന്നും മാറ്റാൻ നമുക്ക് ഇന്ന് മുതൽ നമുക്കൊന്ന് ശ്രമിക്കാം. ഓക്കെ, ഏതായാലും എല്ലാവർക്കും വലിയൊരു ലക്ഷ്യം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. Thank you so much, Kunal.